ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജി അയ്യാർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന +2 ലെവൽ മെയിൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ചോദ്യം കാണാൻ സാധിക്കും. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയ ശേഷം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. തന്നെത്താൻ ചെയ്ത് നോക്കുക, അതിനുശേഷം മാത്രമേ ആൻസർ കീയിലേക്കും എക്സ്പ്ലനേഷനിലേക്കും വരാവുള്ളൂ. തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നുമാണ്, പുറത്തൊന്നും ഒരു ചോദ്യം പോലും ഇല്ല. അപ്പോൾ തുടങ്ങുകയാണ് നമ്മൾ. ആദ്യത്തെ ചോദ്യം, അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ കാണപ്പെടുന്നു? ഓക്കെ, ഇത് പീരിയോഡിക് ടേബിൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ്. പീരിയോഡിക് ടേബിളിലെ ബ്ലോക്ക് എന്ന ഭാഗം നമുക്കറിയാം. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന്? ഹെൻറി മോസ്ലി ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവായ ഹെൻറി മോസ്ലി നിർമ്മിച്ച പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നാ പഠിച്ചേ? തീർച്ചയായിട്ടും 18 ഗ്രൂപ്പുകൾ കാണപ്പെടുന്നുണ്ട്. 18 ഗ്രൂപ്പുകൾ കാണപ്പെടുന്നുണ്ട്. എത്ര പീരീഡുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 7 പീരീഡുകൾ കാണപ്പെടുന്നുണ്ട്. 18 ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ എന്താണ്, 7 പീരീഡുകളുമാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം. പിന്നെ ബ്ലോക്കുകളിലേക്ക് വരാം. എത്ര ബ്ലോക്കുകളുണ്ട്? 4 ബ്ലോക്കുകൾ കാണപ്പെടുന്നുണ്ട്. ഓർത്ത് വെച്ചേക്കണം. 18 ഗ്രൂപ്പുകളുണ്ട്, 7 പീരീഡ് ഉണ്ട്, 4 ബ്ലോക്കുകൾ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 4 ബ്ലോക്കുകൾ എന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് ആവർത്തന പട്ടികയിലുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഏത് സബ്ഷെല്ലിലാണോ ആ മൂലകം അവസാനിക്കുന്നത്, അതിന്റെ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിക്കുന്നത്, അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. ഓക്കെ, ഇങ്ങനെ ഞാൻ പറഞ്ഞതിനേക്കാൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അതായത് അറ്റോമിക സംഖ്യ 20 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ആകെ അറിയാവുന്ന കാര്യം എന്താണ്? മൂലകങ്ങളുടെ എല്ലാം പേര്, 20 മൂലകങ്ങളുടെ പേര് നമുക്കറിയില്ല. പക്ഷെ അറ്റോമിക സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ, അതും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്കറിയാം. നമുക്കൊന്ന് എഴുതി നോക്കാം. അറ്റോമിക സംഖ്യ 20 എന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അവയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നു. എങ്ങനെ വരും? 1s2 പറഞ്ഞു, 2s2 2p6 3s2 3p6 4s2 ഇങ്ങനെയല്ല വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് 20 അറ്റോമിക സംഖ്യ ഉള്ള ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയാണ് വരുന്നത്. 1s2 2s2 2p6 3s2 3p6 4s2 എന്ന് വരും. അപ്പൊ നമുക്ക് ബ്ലോക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അവസാനിച്ചത് എവിടെയാണെന്ന് നോക്കുക. എവിടെ അവസാനിച്ചിരിക്കുന്നത്? 4s2ലാണ്. ഇങ്ങോട്ട് കാണാൻ വേണ്ടി ഞാൻ ചൂട് വലുതായിട്ട് എഴുതാം. 4s2 എന്നാണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ 4 ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ മൂലകം ഉൾപ്പെടുന്ന പീരീഡ്. ഓക്കെ, ഓർത്ത് വെച്ചോളാം, പീരീഡ്. ഇനി മുകളിൽ എഴുതിയിരിക്കുന്നതാണ് ആ മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ഓക്കെ, ദാ ഈ എഴുതിയിരിക്കുന്ന S ആണ് ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക്. കിട്ടിയില്ലേ? 3 കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ മാത്രം, അറ്റോമിക സംഖ്യ മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയാം. എഴുതി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? അവസാനിച്ചിരിക്കുന്ന ആ സബ്ഷെൽ അങ്ങോട്ട് എടുക്കുക. അപ്പൊ എന്ത് ചെയ്യുക? അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് പീരീഡ് ആണെന്നും മുകളിൽ എഴുതിയിരിക്കുന്നത് ഗ്രൂപ്പ് ആണെന്നും എഴുതിയിരിക്കുന്ന ആൽഫബറ്റ് ആയിരിക്കും എന്ത്? ബ്ലോക്ക് ആയിട്ടും വരിക. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലാണ് കാണപ്പെടുക? എസ് ബ്ലോക്കിലാണ് കാണപ്പെടുന്നത്. ഏതാണ്? എസ് ബ്ലോക്കിൽ. അറ്റോമിക സംഖ്യ 20 ഉള്ള മൂലകം നമ്മുടെ ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എസ് ബ്ലോക്കിൽ കാണപ്പെടുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് മൂലകമാണ്. പീരീഡ് 4 ആണ്. മൂലകത്തിന്റെ പേര് കാൽഷ്യം എന്നാണ്. മൂലകത്തിന്റെ പേര് എന്താണ്? കാൽഷ്യം. ഓർത്ത് വെച്ചാൽ കാൽഷ്യം പീരിയോഡിക് ടേബിളിലെ രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്. ഒരു ആൽക്കലൈൻ എർത്ത് ലോഹമാണ്. ആൽക്കലൈൻ എർത്ത് ലോഹമാണ് ഏത്? നമ്മുടെ കാൽഷ്യം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഒന്നാമത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. രണ്ടാമത്തെ ചോദ്യം നിങ്ങളിപ്പോ ഇതിനോടകം തന്നെ ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇത് പീരിയോഡിക് ടേബിൾ എന്ന ഭാഗത്തു നിന്നാണ്. ഇത് എങ്ങോട്ടാന്ന് നോക്കാം നമുക്ക്. അമോണിയ എന്ന് വെച്ചാൽ NH3 എന്നാണ് ഇവിടെ തന്നിട്ടുണ്ട്. NH3യുടെ തന്മാത്രാ ഭാരം 17. എവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്? തന്മാത്ര എന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. തന്മാത്രാ ഭാരം മോളിക്കുലാർ മാസ് 17 ആണെങ്കിൽ 34 ഗ്രാം അമോണിയ വാതകം STP എത്ര വ്യാപ്തം എടുക്കുമെന്നാണ് ചോദ്യം.
ഓക്കെ, ഇതാണ് നമ്മുടെ ചോദ്യം. ഒന്നുകൂടെ വായിക്കാം. അമോണിയ NH3യുടെ തന്മാത്രാ ഭാരം തന്നിട്ടുണ്ട്, മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. പിന്നെ എത്ര ഗ്രാമാ ചോദിച്ചിരിക്കുന്നത്? 34 ഗ്രാം അമോണിയയുടെ STPയിലെ വ്യാപ്തം കണ്ടെത്താൻ വേണ്ടിയാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്മാത്രാ ഭാരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ NH3 ഒക്കെ തന്നു കഴിഞ്ഞാൽ തന്മാത്രാ ഭാരം നമ്മൾ തന്നെ കണ്ടുപിടിക്കണമായിരുന്നു. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് 17 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ STPയിലുള്ള വ്യാപ്തം കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് അമോണിയ, ഈ തന്നിരിക്കുന്ന 34 ഗ്രാം അമോണിയ എത്ര മോൾ ആണ് എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന മാസ്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് ബൈ തന്മാത്രാഭാരം, ഇത് ചെയ്താൽ മതി. തന്മാത്രാഭാരം ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മാസ് എത്ര ഗ്രാം അമോണിയ എന്നാ പറഞ്ഞേക്കുന്നത്? 34 ഗ്രാം അമോണിയ, 34 എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? തന്മാത്രാഭാരം, അമോണിയയുടെ തന്മാത്രാഭാരം എത്രയാ? 17 ആണ്. 17 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2 മോൾ എന്ന് കിട്ടും. ഓക്കെ, 2 മോൾ ആണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും, STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകം അത് 1 മോൾ വാതകമാണ് എന്നുണ്ടെങ്കിൽ, STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകവും 1 മോൾ ആണെങ്കിൽ അവയുടെ വ്യാപ്തം 22.4 ലിറ്റർ ആണ്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏത് വാതകത്തിന്റെയും 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യാപ്തം എത്രയാണ്? 22.4 ലിറ്റർ ആണ്. അപ്പം 1 മോൾ ഏത് വാതകം എടുത്താലും അത് STPയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? അത് 22.4 ലിറ്റർ ആയിരിക്കും. ഇവിടെ നമുക്ക് 1 മോൾ ആണോ? അല്ല, 2 മോൾ ആണ്. അപ്പൊ ഇത് ഇരട്ടി വേണം. അപ്പൊ ആൻസർ എത്ര വരും? 24.4, 22.4ന്റെ ഇരട്ടി എത്രയാണ്? 44.8 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. 44.8 ലിറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പം അമോണിയ, അതായത് അമോണിയയുടെ തന്മാത്രാഭാരം തന്നിട്ടുണ്ട്. 34 ഗ്രാം അമോണിയ വാതകം STPയിൽ ചെയ്യുന്ന വ്യാപ്തം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന മാസ്, ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാസ് ബൈ തന്മാത്രാഭാരം എഴുതണം. ചോദ്യത്തിൽ തന്നിരിക്കുന്ന മാസ് 34/17 ചെയ്തപ്പോൾ 2 മോള് കിട്ടി. നമ്മൾ ഓൾറെഡി ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് വാതകവും 1 മോൾ ആണെന്നുണ്ടെങ്കിൽ STPയിലെ വ്യാപ്തം 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും 2 മോൾ ആകുമ്പോൾ അതിന്റെ ഇരട്ടി വരും 44.8 ലിറ്റർ. ക്ലിയർ ആയില്ലേ? യെസ്. 2 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ആൻസർ നോക്കാം. ഒന്നാമത്തെ ആൻസർ നമുക്ക് എത്ര കിട്ടിയത്? ആണ്ടേ S ബ്ലോക്ക്, എല്ലാവർക്കും S ബ്ലോക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇനി അടുത്തത് വെച്ചാൽ നമുക്ക് 44.8 ലിറ്റർ എന്നും കിട്ടി. 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. നിങ്ങളും തന്നെത്താൻ ചെയ്ത് കണ്ടുപിടിച്ച് കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, പോകാം. അടുത്ത ചോദ്യം ആണ്ടേ, ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം വന്നിരിക്കുകയാണ്, ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. വളരെ എളുപ്പമുള്ള കാര്യമാണ് വാതക നിയമങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും 4 ഓപ്ഷനുകൾ വരും. വാതക നിയമങ്ങൾ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ബോയിൽ നിയമം, 2 ചാൾസ് നിയമം, 3 അവഗാഡ്രോ നിയമം, 4 ഗേ-ലൂസാക്ക് നിയമം. ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിയേ. 2025 നമ്മളോട് ചോദിച്ച ചോദ്യമാണ്. 2025 നമ്മളോട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിദാനം ചെയ്യുന്നു? +2 ലെവൽ എക്സാമിന്റെ ചോദ്യമാണ്. ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ബോയിൽ നിയമം, ചാൾസ് നിയമം, ഗേ-ലൂസാക്ക് നിയമം, അവഗാഡ്രോ നിയമം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു നിയമം തന്നാലും ആ നിയമത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ഒന്ന്, ആ നിയമത്തിൽ കോൺസ്റ്റന്റ്, സ്ഥിരം ആരാണെന്ന് പറയും. രണ്ടാമതായിട്ട് പറയുന്നത് ആ നിയമം ആരൊക്കെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയും. ഈ 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ ഏത് വാതക നിയമവും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ വെക്കേണ്ട ഒരു കോഡുണ്ട്. നമ്മുടെ കോഡ് VPT എന്നാണ്. കോഡിന്റെ പേരെന്താ? VPT. V എന്ന് വെച്ചാൽ ആരാണ്? വോളിയമാണ്, വ്യാപ്തം എന്ന് പറയും. ഓക്കെ, P ആരാണ്? പ്രഷർ, മർദ്ദമാണ്. പ്രഷർ എന്താണ്? മർദ്ദമാണ്. T ആരാണ്? താപനില അല്ലെങ്കിൽ ഊഷ്മാവ്, ടെമ്പറേച്ചർ എന്ന് പറയും. ഓക്കെ, താപനിലയെന്നോ ഊഷ്മാവെന്നോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നോ കാണും. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആദ്യം നമുക്ക് ബോയിൽ നിയമം എടുക്കാം. ബോയിൽ നിയമത്തിൽ ഒരാൾ കോൺസ്റ്റന്റ് ആണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു സാധനം ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവയിൽ ആരാ സഹായിക്കുന്ന ഏറ്റവും കൂടുതലും? താപനിലയാണ്. അപ്പൊ നമുക്ക് എക്സാം എടുത്തിരിക്കുമ്പോൾ ഓർത്തിരിക്കാനുള്ള പെട്ടെന്നുള്ള കോഡാണ് ഓർത്ത് വെച്ചേക്കുക, താപനില. ബോയിൽ നിയമത്തിൽ സ്ഥിരം ആരാണെന്ന് ചോദിച്ചാൽ, കോൺസ്റ്റന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? താപനിലയാണ് സ്ഥിരം.
ഓക്കെ, അപ്പൊ താപനിലയെ നമുക്ക് പൊത്തിപ്പിടിക്കാം. ബാക്കിയുള്ള രണ്ടുപേരുണ്ടല്ലോ, ആരൊക്കെയാണ്? പിയും വിയും ഉണ്ട് അല്ലെ? ആ പിയും വിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത് ബോയിൽ നിയമത്തിൽ പറയുന്നത്. പിയും വിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ബോയിൽ നിയമത്തിൽ പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാല് നാളെ ശ്രദ്ധിച്ചോണം. വി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/p എന്നങ്ങ് പഠിച്ചു വെച്ചണം. വി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1/p എന്നങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇതാണ് ബോയിൽ നിയമത്തിൽ. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിലേക്ക് നോക്കാം. ഗ്രാഫിനകത്ത് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലും പിയും വിയും ആണോ വന്നേക്കുന്നത് നോക്കിയേ. എക്സ് ആക്സിസിലേക്ക് നോക്കുക, ഇവിടെ തന്നേക്കുന്നത് എന്താ? ടി എന്നാണ്. വൈ ആക്സിസിൽ തന്നേക്കുന്നത് പി ആണ്. അപ്പൊ തീർച്ചയായിട്ടും ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതല്ല ഏത് ഗ്രാഫ്. എങ്ങനെ മനസ്സിലായി? ബന്ധം നോക്കുക. ബന്ധത്തിൽ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാ? പിയും വിയും തമ്മിലുള്ള ബന്ധം. ആ പിയും വിയും നമ്മുടെ എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് രണ്ടാമത്തെ നിയമം ചാൾസ് നിയമത്തിലേക്ക് വരാം. ചാൾസ് നിയമത്തിൽ സ്ഥിരം ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗം പറയാം. നമുക്ക് VPT കോഡ് ഉണ്ടല്ലോ. VPT കോഡിൽ ആദ്യം താപനില എവിടെ സ്ഥിരമായി? ബോയിൽ സ്ലോയിൽ സ്ഥിരമായി. ഞാൻ തൊട്ടുമുകളിൽ കിടക്കുന്ന ആളായിരിക്കും ചാൾസ് നിയമത്തിലെ സ്ഥിരം. ആരാണ്? മർദ്ദമാണ് സ്ഥിരം. ഓക്കെ, അപ്പൊ മർദ്ദം സ്ഥിരമാണ്. ഇനി എങ്ങനെ ബന്ധം കണ്ടുപിടിക്കും? മർദ്ദത്തെ പൊത്തിപ്പിടിച്ചു. ബാക്കി രണ്ടുപേരും ആരൊക്കെയുണ്ട്? വിയും ടിയും ഉണ്ട് അല്ലെ? അതായത് വിയും ടിയും നമുക്ക് വിളിക്കാനുള്ള എളുപ്പത്തിന് TV എന്ന് പറയാം. അപ്പോ ചാൾസ് എന്ന് പറയപ്പെടുന്ന നിയമത്തില് ചാൾസിന് മർദ്ദം സ്ഥിരമായതുകൊണ്ട് TV കാണുകയാണ് പുള്ളി എപ്പോഴും ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ബന്ധം എന്ന് ചോദിച്ചാൽ നേർ അനുപാതമാണ്. T പ്രപ്പോർഷണൽ ടു V എന്നോ V പ്രപ്പോർഷണൽ ടു T എന്നോ നമുക്ക് എഴുതാം. ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണേ. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, മറന്നുപോയല്ലോ. അപ്പൊ ചാൾസ് നിയമം കിട്ടി. ബന്ധം ആരൊക്കെ തമ്മില? താപനിലയും വ്യാപ്തവും തമ്മില. നോക്കിയോ, എക്സ് ആക്സിലോ വൈ ആക്സിലോ താപനില വ്യാപ്തമോ ഉണ്ടോ? ഇല്ല. അപ്പൊ ചാൾസ് നിയമവും അല്ല നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. അവഗാഡ്രോ നിയമം കിടക്കാണ്. അവഗാഡ്രോ നിയമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടുപേര് സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു നിയമമാണ് അവോഗാഡ്രോ നിയമം. ആരൊക്കെയാണ് സ്ഥിരം എന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചു വെക്കുക. ബോയിൽസ് നിയമത്തിൽ സ്ഥിരമായിരുന്ന താപനിലയും ചാൾസ് നിയമത്തിൽ സ്ഥിരമായിട്ടിരുന്ന പ്രഷറും രണ്ടുപേരും ഒരുമിച്ച് സ്ഥിരമായിട്ടിരിക്കുന്ന എവിടെയാണ്? നമ്മുടെ അവഗാഡ്രോ നിയമത്തിലാണ്. എവിടെയാണ്? അവഗാഡ്രോ നിയമത്തിലാണ്. അപ്പൊ ഈ രണ്ടുപേരെയും പൊത്തിപ്പിടിച്ചാൽ പിന്നെ ആരാണ്? വ്യാപ്തം മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ബന്ധം പറയാൻ നമ്മുടെ കയ്യിൽ ആര് മാത്രമേ ഉള്ളൂ? യെസ്, വ്യാപ്തം മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? പുറത്തുനിന്ന് ഒരാളെ ഇറക്കാം. ഇറക്കുന്ന ആളുടെ പേര് നമ്പർ ഓഫ് മോൾസ് എന്നാണ്. അപ്പോ അവഗാഡ്രോ നിയമത്തിൽ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്? വ്യാപ്തവും നമ്പർ ഓഫ് മോൾസ് തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. എങ്ങനെയാണ്? V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു N എന്ന് വരും. V ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു N എന്നാണ് വരുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് ആ ബന്ധം വെച്ച് എക്സും വൈയും ആക്സിസ് ഇവിടെ നോക്കാം. തന്നിരിക്കുന്ന ഗ്രാഫില് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ വിയോ എന്നോ ഉണ്ടോ? ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും അവഗാഡ്രോ നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫും അല്ല. അപ്പൊ തന്നെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്കിലും നമുക്ക് അതൊന്ന് പറയാം. ഗേ-ലൂസാക്ക് നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ തീർച്ചയായും അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആരൊക്കെയാണ് സ്ഥിരം എന്നൊക്കെ ഒന്ന് പഠിക്കാം. ഗേ-ലൂസാക്ക് നിയമത്തിൽ സ്ഥിരം ആരാണെന്ന് ചോദിച്ചാൽ ഇതുവരെ സ്ഥിരമാവാത്ത ആരാ? വ്യാപ്തം. ആലോചിക്കുക, വ്യാപ്തം ഇതുവരെ സ്ഥിരമായില്ലല്ലോ. യെസ്, വ്യാപ്തമാണ് ഇവിടെ സ്ഥിരം. പിന്നെ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാ? വ്യാപ്തത്തെ പൊത്തിപ്പിടിച്ചേ. ആരൊക്കെ തമ്മിലാണ്? പിയും ടിയും തമ്മിലുള്ള ബന്ധമാണ്. നോക്കിയേ, എക്സ് ആക്സിലും വൈ ആക്സിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എക്സില് ടി കിടക്കുന്നു, വൈയില് പിയും കിടക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഗേ-ലൂസാക്ക് നിയമവുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ് നമ്മളോട് PSC ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, +2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും മറന്നുപോയില്ല. എല്ലാ ഗ്രാഫുകളും നല്ല രീതിയിൽ നോക്കിയിട്ടേ പോകാവുള്ളൂ. അപ്പൊ കണ്ടുപിടിക്കാനുള്ള ചെറിയൊരു രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിനപ്പുറം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത്രയെങ്കിലും പഠിച്ചു വെച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ ചുവടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഗേ-ലൂസാക്ക് നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല? തെറ്റിക്കില്ല. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. വീണ്ടും 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ആസിഡ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, പോവാം നമുക്ക്. ഇതാണ് നമ്മുടെ ചോദ്യം. ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ pH മൂല്യം, ആ മൂല്യത്തിന് എന്ത് സംഭവിക്കും? കൂടുന്നു, കുറയുന്നു, ന്യൂട്രലായി നിൽക്കുന്നു, മാറുന്നില്ല. ഓർത്ത് വെക്കേണ്ട കാര്യം ശുദ്ധജലമാണ്. ശുദ്ധജലത്തിന് എന്താണ് pH വാല്യൂ എന്ന് നമുക്കറിയാം. ശുദ്ധജലം എന്ന് വെച്ചാല് നിർവീര്യ ലായനിയാണ്. അതായത് pH വാല്യൂ 7 ഉള്ള ലായനിയാണ് ആര്? ശുദ്ധജലം. ഓക്കെ, അപ്പൊ ശുദ്ധജലം എന്താണ്? നിർവീര്യമാണ്. 7 എന്ന് വെച്ചാൽ എന്താണ്? നിർവീര്യം അല്ലെങ്കിൽ ന്യൂട്രൽ ആണ്. ഓർത്ത് വെച്ചാൽ നിർവീര്യ അവസ്ഥയാണ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ്.
ഇനി അടുത്തത് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം, നമ്മുടെ pH സ്കെയിലിൽ 0 മുതൽ 14 വരെയുള്ള വാല്യൂസ് ഉണ്ട്. pH സ്കെയിലിൽ എവിടെ മുതൽ എവിടെ വരെ വാല്യൂസ് ഉണ്ട്? 0 മുതൽ 14 വരെ വാല്യൂസ് ഉണ്ട്. സോറൻസൺ എന്ന് പറയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് നമ്മുടെ pH സ്കെയിൽ കണ്ടുപിടിച്ചത്. pH സ്കെയിൽ കണ്ടുപിടിച്ചാൽ സോറൻസൺ ആണ്. pH സ്കെയിലിൽ എവിടെ മുതൽ എവിടെ വരെയുള്ള വാല്യൂസ് ഉണ്ട്? 0 മുതൽ 14 വരെയുള്ള വാല്യൂസ് ഉണ്ട്. അതിനകത്ത് 0 മുതൽ 6.9 വരെയുള്ള വാല്യൂസ് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട വാല്യൂസ് ആണ്. ഓക്കെ, ആസിഡുമായി ബന്ധപ്പെട്ട വാല്യൂസ് ആണ്. ഇനി 7 നിർവീര്യമാണെന്ന് പറഞ്ഞു. 7.1 മുതൽ 14 വരെയുള്ള വാല്യൂസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസ് അല്ലെന്നുണ്ടെങ്കിൽ ആൽക്കലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബേസ് അല്ലെങ്കിൽ ആൽക്കലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നമുക്ക് ബേസിക് നോളജ്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? ശുദ്ധജലമാണ്. ശുദ്ധജലത്തിന്റെ pH വാല്യൂ 7 ആണെന്ന് അറിയാം. ഏതാനും തുള്ളി വിനാഗിരി ഒഴിക്കുകയാണ്. വിനാഗിരി ആരാണ്? വിനാഗിരി അസറ്റിക് ആസിഡ് അറിയാലോ. 3.7% എന്താണ്? അസറ്റിക് ആസിഡും ബാക്കി ജലവും കൂടെ ചേർന്ന ഒരു സൊല്യൂഷൻ ആണ് ഇത് വിനാഗിരി എന്ന് പറയുന്നത്. അതിന്റെ നേച്ചർ അസിഡിക് നേച്ചർ ആണ്. അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ കാണപ്പെടുന്നത്. അസറ്റിക് ആസിഡിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് എഥനോയിക് ആസിഡ് എന്നാണ്. അസറ്റിക് ആസിഡിനെ വിളിക്കുന്ന വേറൊരു പേരെന്താ? എഥനോയിക് ആസിഡ്. അപ്പൊ ഓർത്ത് വെച്ചിട്ടുണ്ടോ? അസറ്റിക് ആസിഡ് ആണ് ഇത് എഥനോയിക് ആസിഡ്. തീർച്ചയായിട്ടും നിർവീര്യമായ ഒരു ലായനിയിലേക്ക് ആസിഡ് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ആ ലായനി എന്തായിട്ട് ഏത് അവസ്ഥയിലോട്ട് മാറും? അസിഡിക് അവസ്ഥയിലേക്ക് മാറും. അസിഡിക് അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ pH വാല്യൂ കൂടുവാണോ കുറയുവാണോ? കൂടുവാണെങ്കിൽ അത് ആൽക്കലി ആയിട്ട് മാറുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. കുറവാണെന്നുണ്ടെങ്കിൽ അസിഡിക് നേച്ചർ ആയിരിക്കും. വിനാഗിരിയാണ് ഒഴിച്ചത്. വിനാഗിരി ഒഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ശുദ്ധജലം എന്തിലേക്ക് മാറും? അസിഡിക് നേച്ചറിലേക്ക് മാറും. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? pH വാല്യൂ കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. pH വാല്യൂ എന്ത് ചെയ്തിരിക്കുകയാണ്? കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ? അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമുക്ക് നിർവീര്യ അവസ്ഥ എന്ന് വെച്ചാൽ 7 ആണ്. നിർവീര്യ അവസ്ഥയിൽ നിന്ന് 0 മുതൽ 6.9 വരെ അസിഡിക് നേച്ചർ ആണ്. 7.1 മുതൽ 14 വരെ എന്താണ്? ആൽക്കലി നേച്ചർ ആണ്. അപ്പൊ നമ്മൾ ഏതാനും തുള്ളി ശുദ്ധജലത്തിലേക്ക് വിനാഗിരി ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും അത് അസിഡിക് നേച്ചറിലേക്ക് മാറും. സ്വാഭാവികമായിട്ടും pH വാല്യൂ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതെ, കുറയുന്നു എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഒഫീഷ്യൽ ആൻസർ നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറയുന്നു എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ആസിഡ് ആണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ താഴെ പറയുന്നതിൽ ഏത് ആസിഡ് ആണ്? നമുക്ക് ഏതൊക്കെ ആസിഡ് ഉണ്ട് നോക്കാം. ഓപ്ഷനിൽ ബോറിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, കാർബോണിക് ആസിഡ് ഉണ്ട്. എല്ലാ ആസിഡുകളെയും നമുക്ക് നല്ല പരിചയമുണ്ട് അല്ലെ. അപ്പോൾ സ്വർണം ശുദ്ധീകരിക്കാനാണ് ഉപയോഗിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് പറയാം, സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ചോദിച്ചാൽ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോണം, അത് നൈട്രിക് ആസിഡ് ആണ്. ഓക്കെ, നൈട്രിക് ആസിഡ് ആണ്. സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് ചോദിച്ചാൽ അത് നൈട്രിക് ആസിഡ് ആണ്. ഇനി ഓരോ ആസിഡിനെയും പരിചയപ്പെടാം. ആദ്യം ബോറിക് ആസിഡ്. ബോറിക് ആസിഡ് നമ്മൾ എന്താണ്? ബോർ അടിച്ചിരിക്കുമ്പം ക്യാരംസ് കളിക്കാനല്ലേ ക്യാരംസ് കളിക്കാറല്ലേ? യെസ്, ആ ക്യാരംസ് ബോർഡിന്റെ പ്രതലം മിനുസപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് ആണ് ഇത് ബോറിക് ആസിഡ്. ഇത്ര ആലോചിച്ചാൽ മതി. ബോർ അടിച്ചിരിക്കുമ്പോൾ ക്യാരംസ് കളിക്കുന്നു. ക്യാരംസ് കളിക്കുമ്പോൾ അതിന്റെ പ്രതലം മിനുസപ്പെടുത്താൻ വേണ്ടി ഏത് ആസിഡാ യൂസ് ചെയ്യുന്നത്? ബോറിക് ആസിഡ്. ഇവിടെ പോർത്തിരുന്നൂടെ? ഇനി അടുത്താണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നു ബാറ്ററി ആസിഡ് എന്നറിയപ്പെടുന്നു. എന്താ ആസിഡാ? ബാറ്ററി ആസിഡ് എന്നറിയപ്പെടുന്നു. അതോടൊപ്പം തന്നെ സൾഫ്യൂരിക് ആസിഡ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു, പെയിന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു, പാഴ്ജല ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ഫൈബറുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒന്നാണ് ഇത് സൾഫ്യൂരിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. ദെൻ കാർബോണിക് ആസിഡ്. ഇതാണ് കാർബോണിക് ആസിഡ് ആണ് സോഡ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ സോഡ വെള്ളം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് കാർബോണിക് ആസിഡ് ആണ്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ബോറിക് ആസിഡ് ക്യാരംസ് ബോർഡിൽ ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് പാഴ്ജല ശുദ്ധീകരണം പറഞ്ഞു, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ശുദ്ധീകരിക്കുന്നു, ഫൈബറുകളുടെ നിർമ്മാണം, പെയിന്റിന്റെ നിർമ്മാണം, ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒന്നാണ് ഇത് സൾഫ്യൂരിക് ആസിഡ്. ബാറ്ററി ആസിഡ് ആണ്.
അടുത്തത് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് സോഡ ജലത്തിൽ കാണപ്പെടുന്ന ആസിഡ് എന്ന് ചോദിച്ചാൽ അത് കാർബോണിക് ആസിഡ് ആണ്. നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നമ്മൾ രാസവളങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നൈട്രിക് ആസിഡ് നമ്മൾ രാസവളങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആസിഡുകളിൽ ഒന്നാണ്. പിന്നെ സ്വർണം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന് ഏറ്റവും വലിയ പ്രത്യേകത വായുവിൽ ഇങ്ങനെ പുകയും. ഫ്യൂമിങ് ആസിഡ്, വായുവിൽ പുകയുന്ന ആസിഡ് ആണ് ഇത് നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡ് ആണ് ഇത് നൈട്രിക് ആസിഡ്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ നമ്മൾ കുറച്ച് ആസിഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമ്മുടെ ആൻസർ എന്താണ്? നൈട്രിക് ആസിഡ്. കണ്ടോ, താഴെ പറയുന്ന ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ നൈട്രിക് ആസിഡ് ആണ്. അടുത്തതിലേക്ക് വരാം. അടുത്തതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇത് നമുക്ക് ഡിലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന, കെമിസ്ട്രിയിൽ നിന്ന് വല്ലപ്പോഴും മാത്രം വരുന്ന സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഒന്നാണിത്. സാധാരണ എളുപ്പമുള്ള ചോദ്യങ്ങൾ, ഇതേ ഇത്രയും നമ്മൾ പരിചയപ്പെട്ടല്ലേ എളുപ്പമുള്ള ഒറ്റവാക്ക് ചോദ്യങ്ങളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെയും വിടുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും വരുന്നുണ്ട്. അതിലൊന്നാണിത്. വായിച്ചു നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെ കുറിച്ച് ശരിയായവ കണ്ടെത്തുക. ആദ്യത്തെ കീ പോയിന്റ് കിട്ടി. ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. ഇതില് തെറ്റായിട്ടുള്ള ആളെ ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് ഏറെ അറിവുള്ള ഒരു ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കാം. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. അടുത്ത രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ നന്നായി പഠിച്ചു വെച്ചവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമോണിയ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയ വഴിയല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സമ്പർക്ക പ്രക്രിയ വഴി നിർമ്മിക്കുന്ന എന്താണ്? തീർച്ചയായിട്ടും അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇവിടെ ആൻസർ കിട്ടി. അതായത് സമ്പർക്ക പ്രക്രിയ വഴി നമ്മൾ നിർമ്മിക്കുന്ന എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. അമോണിയയെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരെന്താ? ഹേബർ പ്രക്രിയ. എന്താണ്? ഹേബർ പ്രക്രിയ. അമോണിയയെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ എന്ന് ചോദിച്ചാൽ അത് ഹേബർ പ്രക്രിയയാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. തന്നിരിക്കുന്നതിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? തെറ്റാണ്. അമോണിയയെ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയ സമ്പർക്ക പ്രക്രിയ വഴിയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇനി ഓപ്ഷനിൽ 3 ഉള്ളവരെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, എന്നാണ്ട് ഇവിടെ ഓൺലി 1 and 3. അപ്പൊ ഇത് തെറ്റാ. ഇനി അടുത്ത ഓൾ ഓഫ് ദി അബോ, അതിനകത്ത് 3 ഉൾപ്പെടുന്നുണ്ട്. അതും തെറ്റാണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിയിലും ഒരു 3 കിടപ്പുണ്ട്. അതും തെറ്റാണ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 1ഉം 2ഉം ശരിയാണ്. കേട്ടോ, ഡിലീഷൻ മെത്തേഡ് ഉപയോഗിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം 1ഉം 2ഉം. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. ഓക്കെ, ത്രികോണീയ പിരമിഡ്, ട്രൈഗണൽ പിരമിഡൽ ഷേപ്പാണ് ആർക്കുള്ളത്? നമ്മുടെ അമോണിയയ്ക്ക് ഉള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ രൂക്ഷഗന്ധമാണ്. അമോണിയയ്ക്ക് രൂക്ഷഗന്ധമാണ്, പക്ഷെ നിറമില്ല. നിറമില്ലാത്ത രൂക്ഷഗന്ധമുള്ള വാതകമാണ് ഇത് അമോണിയ വാതകം. നമ്മൾ നിർമ്മിക്കുന്നത് ഹേബർ പ്രക്രിയ വഴിയാണ്. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയിലാണ് നമ്മൾ സ്പോഞ്ച് അയൺ, എന്തിനാണ്? സ്പോഞ്ച് അയണിനെ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. സ്പോഞ്ച് അയൺ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നു. സ്പോഞ്ച് അയണിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഉൽപ്രേരകം. ഹേബർ പ്രക്രിയയിലെ ഉൽപ്രേരകമാണ്. അപ്പോ സമ്പർക്ക പ്രക്രിയയിലെ ഉൽപ്രേരകം ആരാ? വനേഡിയം പെന്റോക്സൈഡ് V2O5 ആണ്. ഓർത്ത് വെച്ചേക്കുക. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് ആണ്. അതിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെന്റോക്സൈഡ്. സമ്പർക്ക പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊഷ്മാവ് 450 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ഉയർന്ന ഊഷ്മാവ് എത്രയാണെന്ന് ചോദിച്ചാൽ 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറക്കാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ആൻസർ കിട്ടി. എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് ശരിയായവ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതും ചെയ്ത് നോക്കുക, എളുപ്പമുള്ള ചോദ്യമാണ്. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ, കണ്ടോ ബ്ലോക്ക് എന്ന ഭാഗത്ത് നിന്ന് നിരവധി ചോദ്യങ്ങളുണ്ട്. അപ്പൊ ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. ഇതിൽ നിന്ന് ആരെ കണ്ടെത്തണം? ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തണം. എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പീരിയോഡിക് ടേബിളുമായി ബന്ധമുണ്ടാവണം. എന്നാൽ മാത്രമേ ഈ ചോദ്യം നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കൊന്ന് വരാം. ഒരു കാര്യം നമുക്കറിയാം, ട്രാൻസ് യുറേനിയം മൂലകം എന്ന് പറഞ്ഞാൽ എഫ് ബ്ലോക്കിലാണ് വരിക എന്ന് ചെറിയൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഓരോ മൂലകത്തെയും ആദ്യം തന്നിരിക്കുന്നത് ടൈറ്റാനിയം ആണ്. പിന്നെ ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഓസ്മിയം ആണ്, അത് ഡി ബ്ലോക്ക് ആണ്.
തോറിയം എഫ് ബ്ലോക്ക് ആണ്, ഫെർമിയം ഏതാണ്? എഫ് ബ്ലോക്ക് ആണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അതായത് ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? എഫ് ബ്ലോക്കിലാണ്. ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ കൂടുതലായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? എഫ് ബ്ലോക്കിലാണ് കാണപ്പെടുക എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ടൈറ്റാനിയം ഓസ്മിയോ എന്തായാലും ആൻസർ വരില്ല. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ടൈറ്റാനിയത്തെയും ഓസ്മിയത്തെയും എന്ത് ചെയ്യാം? കളയാം. പിന്നുള്ളത് തോറിയവും ഫെർമിയവുമാണ്. ഇനി ട്രാൻസ് യുറേനിയം എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളില് 92 ശേഷമുള്ള, പീരിയോഡിക് ടേബിളിലെ അറ്റോമിക സംഖ്യ 92 ശേഷമുള്ള മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ ട്രാൻസ് യുറേനിയം മൂലകം. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, പീരിയോഡിക് ടേബിളിലെ 100ാമത്തെ മൂലകമാണ് ഏത്? ഫെർമിയം. അപ്പൊ അറ്റോമിക സംഖ്യ പഠിച്ചു നോക്കണം. 100ാമത്തെ മൂലകം ഏതാണ്? ഫെർമിയമാണ്. അപ്പൊ സ്വാഭാവികമായും 92 ശേഷമുള്ള മൂലകമാണ് ഏത്? ഫെർമിയം എന്ന് പറയുന്നത്. അതിനാൽ ആൻസർ ഏതാണ്? ഫെർമിയമാണ്. എല്ലാ മൂലകങ്ങളുടെയും അറ്റോമിക സംഖ്യ നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ സാധിക്കില്ല, എങ്കിലും കുറച്ചു പേരുടെയെങ്കിലും അറ്റോമിക സംഖ്യ കാരണം 100 എപ്പോഴും പഠിച്ചു വെച്ചിട്ടുണ്ട്. 100ാമത്തെ മൂലകം ഏതാണ്? ഫെർമിയമാണ്. 92ാമത്തെ മൂലകം യുറേനിയമാണ്. 92ാമത്തെ മൂലകം യുറേനിയമാണ്. അതിനുശേഷമുള്ള മൂലകങ്ങൾ, 92 ശേഷമുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ട്രാൻസ് യുറേനിയം മൂലകങ്ങൾ എന്നറിയപ്പെടുക. ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നത്? ഒരു +2 ലെവൽ എക്സാമിന് ഈ ചോദ്യം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വന്ന ചോദ്യമാണ്. കണ്ടോ, ഏറ്റവും പുതിയ പാഠപുസ്തകമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങൾ, നാളിതുവരെ കണ്ടുപിടിക്കപ്പെട്ട 118 മൂലകങ്ങൾ, ഒഫീഷ്യലി 118 മൂലകങ്ങളെ ഉള്ളൂ. അൺഒഫീഷ്യലി നമുക്ക് ഒരുപാട് മൂലകങ്ങളുണ്ട്. ഒഫീഷ്യലി എത്ര വരെ ഉള്ളൂ? 118 മൂലകങ്ങളെ ഉള്ളൂ. കാരണം 118 ശേഷമുള്ള മൂലകങ്ങളെ നിലവിൽ ചോദിക്കുന്നുണ്ട്. ഒഫീഷ്യലി ശരിക്കും പേരുള്ള എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 118 മൂലകങ്ങളാണ് ആധുനിക പീരിയോഡിക് ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറ്റോമിക സംഖ്യ 1 മുതൽ 92 വരെയുള്ള മൂലകങ്ങളിൽ, 1 മുതൽ എത്ര വരെയാ? 92 വരെയുള്ള മൂലകങ്ങളിൽ എന്താണ്? മൂലകങ്ങളിൽ ടെക്നീഷ്യം അറ്റോമിക സംഖ്യ 43, പ്രൊമിത്യം അറ്റോമിക സംഖ്യ 63 എന്നിവ ഒഴികെയുള്ളവ പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, പ്രകൃതിയിൽ കാണപ്പെടുന്ന മൂലകങ്ങളുടെ എണ്ണം. ആകെ മൂലകങ്ങൾ 118. അതിൽ 1 മുതൽ 92 വരെയുള്ള മൂലകങ്ങളിൽ ടെക്നീഷ്യവും പ്രൊമിത്യവും ഒഴികെയുള്ളവ പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ്. അപ്പൊ എത്ര പേര്? ആകെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം. തീർച്ചയായിട്ടും ആകെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം അപ്പൊ എത്രയായിരിക്കും ഇവിടെ? 90 മൂലകങ്ങൾ. ഒഴികെയുള്ളവ ആരൊക്കെ ഒഴിവാക്കണം? 92 വരെയുള്ള മൂലകങ്ങളിൽ ടെക്നീഷ്യവും പ്രൊമിത്യവും ഒഴികെയുള്ളവ എത്രയാണ്? 90 മൂലകങ്ങൾ. അപ്പൊ ആകെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 90 ആണ്. ഓക്കെ, 90 മൂലകങ്ങളാണ്. അപ്പൊ 92 എന്താണ്? ശ്രദ്ധിച്ചു വായിക്കുക. ഇവയിൽ അറ്റോമിക സംഖ്യ, അറ്റോമിക നമ്പർ 1 മുതൽ 92 വരെയുള്ള മൂലകങ്ങളിൽ ടെക്നീഷ്യം അറ്റോമിക് നമ്പർ 43. ടെക്നീഷ്യത്തിന്റെ സിംബൽ TC എന്നാണ് കേട്ടോ. പ്രൊമിത്യം അറ്റോമിക സംഖ്യ 61. പ്രൊമിത്യം PM ആണ് കേട്ടോ. പ്രൊമിത്യം PM ആണ്. എന്നിവ ഒഴികെയുള്ളവ പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ്. അപ്പൊ തീർച്ചയായിട്ടും എത്ര മൂലകങ്ങൾ പ്രകൃതിയിൽ കാണപ്പെടുന്നു? 90 മൂലകങ്ങളാണ് പ്രകൃതിദത്തമായ മൂലകങ്ങൾ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, കൃത്രിമ മൂലകങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും 92 ശേഷമുള്ള മൂലകങ്ങൾ, അതാണ്ട് അറ്റോമിക സംഖ്യ 92 ശേഷമുള്ള മൂലകങ്ങൾ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടവയാണ്. അറ്റോമിക സംഖ്യ 92 ശേഷമുള്ള മൂലകങ്ങൾ എന്താണ്? കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടവയാണ്. കൃത്രിമ മൂലകങ്ങളുടെ പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്. കൃത്രിമ മൂലകങ്ങൾ സ്ഥിരത കുറഞ്ഞതും റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്നവയുമാണ്. എന്തൊക്കെയാണ്? കൃത്രിമ മൂലകങ്ങൾ സ്ഥിരത കുറഞ്ഞവയാണ്, പിന്നെന്താണ്? റേഡിയോ ആക്റ്റീവ് സ്വഭാവം പ്രദർശിപ്പിക്കുന്നവയുമാണ്. ഓക്കെ, അറ്റോമിക് നമ്പർ 92 യുറേനിയത്തിന് ശേഷം വരുന്ന മൂലകങ്ങൾ ട്രാൻസ് യുറേനിയം എന്നറിയപ്പെടുന്നു. കണ്ടില്ലേ? ട്രാൻസ് യുറേനിയം എന്നറിയപ്പെടുന്നു. അതാണ് നമ്മളോട് ചോദിച്ചത്. അറ്റോമിക് നമ്പർ 92 ശേഷം വരുന്ന മൂലകങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുക? ട്രാൻസ് യുറേനിയം എന്നറിയപ്പെടുക. ട്രാൻസ് യുറേനിയം എന്നറിയപ്പെടുക. അപ്പൊ 92 ശേഷമുള്ള ഒരു മൂലകത്തെയാണ് നമ്മൾ കുറച്ചു മുമ്പ് പരിചയപ്പെട്ടത്. ആര്? ഫെർമിയം. ഫെർമിയം അറ്റോമിക സംഖ്യ എത്രയാണ്? 100 വരുന്നു. 92 ശേഷമുള്ള മൂലകമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് എന്താണ് വരുന്നത്? ട്രാൻസ് യുറേനിയം എന്ന് പറയപ്പെടുന്ന കാറ്റഗറിയിൽ വരുന്ന മൂലകങ്ങളാണ്. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിളിലേക്ക് ഒന്ന് പോകാം. 92 ശേഷമുള്ള മൂലകങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക്
തന്നിരുന്ന മൂലകങ്ങളിൽ ഓസ്മിയം നമ്മളോട് ചോദിച്ചിരുന്നു അല്ലെ. ഓസ്മിയം എന്ന് പറയപ്പെടുന്ന എത്ര ആണ് നോക്കിയേ, 76ാമത്തെ. എല്ലാം ബൈഹാർഡ് ചെയ്യാൻ പറ്റില്ല. 76ാമത്തെ മൂലകമാണ് ഏത്, ഓസ്മിയം എന്ന് പറയപ്പെടുന്നത് അല്ലെ. പിന്നെ ടൈറ്റാനിയം നമ്മളോട് ചോദിച്ചു. ടൈറ്റാനിയം നമുക്കറിയാം അറ്റോമിക സംഖ്യ 22 ആയിട്ടുള്ള മൂലകമാണ് ആര്, ടൈറ്റാനിയം. ഓസ്മിയവും ടൈറ്റാനിയവും കിട്ടി. പിന്നെ നമ്മളോട് ചോദിച്ചൊരു മൂലകമാണ് തോറിയം. കണ്ടോ, തോറിയം അറ്റോമിക സംഖ്യ എത്രയാണ്, 90 ആണ്. പഠിച്ചു വെച്ചോ, തോറിയം അറ്റോമിക സംഖ്യ 90 ആണ്. 91, 92ാമത്തെ മൂലകം ദാണ്ട കിടക്കുന്നു. ആരാണ്, യുറേനിയം ആണ്. 92 യുറേനിയം. 92 ശേഷമുള്ള മൂലകങ്ങളെ എല്ലാം അറിയപ്പെടുന്ന പേരെന്താണ്, നമ്മുടെ ട്രാൻസ് യുറേനിയം ആണ്. എല്ലാം ഒന്നും നമുക്ക് പഠിക്കാൻ സാധ്യമല്ല, എങ്കിലും ചിലതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. യുറേനിയം, നെപ്റ്റ്യൂണിയം, അതുപോലെ തന്നെ പ്ലൂട്ടോണിയം, അമേരിക്കനിയം, പിന്നെ CM എന്ന് പറയപ്പെടുന്ന ഒരു എലമെന്റ് ഉണ്ട്, BK എന്ന് പറയുന്നുണ്ട്, പിന്നെ കാലിഫോർണിയ ഉണ്ട്, ഐൻസ്റ്റീനിയം, ഫെർമിയം, മെന്റലീവിയം, ന്യൂബീലിയം, ലോറൻഷ്യം. അത്രയും പേര് ഓർത്ത് വെച്ചേക്കുക. പിന്നെ റൂദർഫോർഡിയം ഉണ്ട്. അങ്ങനെ കുറച്ചധികം എലമെന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ 118ാമത്തെ മൂലകം ഓർഗാനിസം വരെയുള്ള മൂലകങ്ങളുണ്ട്. ഓർത്ത് വെച്ചേക്കുക. എല്ലാത്തിന്റെയും പേരും എല്ലാവർക്കും ഒന്നും ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിന്റെ അറ്റോമിക സംഖ്യയും ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല, എങ്കിലും അറിയാവുന്ന കുറച്ചെണ്ണമെങ്കിലും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. എല്ലാ പേരും എല്ലാം ഒന്നും നമുക്ക് ആർക്കും, മനുഷ്യന്മാരിലെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. പ്രധാനമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്നത്തോളം എലമെന്റ്സിനെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട എലമെന്റ്സ് എന്നറിയപ്പെടുന്നത്. ഓർത്ത് വെച്ചേക്കുക. ഇവിടെ കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആൽക്കലി മെറ്റൽസ്, ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചേക്കുക. ട്രാൻസിഷൻ മെറ്റൽസ് വേണ്ടി കാണുന്നതാണ്. നിറം നോക്കിയാൽ മതി. പിന്നെ അതർ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. ഹാലോജൻസിന് പച്ച കളറിലെ ബോക്സ് ആണ്. നോബിൾ ഗ്യാസസ് വെള്ള കളറിലെ ബോക്സ് ആണ്. അവയൊക്കെ ഒന്ന് പേര് പഠിച്ചാൽ നല്ലതാണ്. പിന്നെ മഞ്ഞ കളറിൽ കാണപ്പെടുന്ന റയർ എർത്ത് എലമെന്റ്സ് കിടക്കുന്നു. പിന്നെ ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാവരെയും നോക്കുക. അതിന്റെ അറ്റോമിക സംഖ്യയൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ആക്ടിനോയിഡ്സിനെ ഉണ്ട്. അപ്പൊ എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക. പീരിയോഡിക് ടേബിൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. എല്ലാ എലമെന്റ്സും ഉള്ള പീരിയോഡിക് ടേബിൾ ആണ്. അപ്പോൾ വ്യക്തമായിട്ട് പറ്റുന്നിടത്തോളം ഒന്ന് പഠിച്ചേക്കുക. ഇവരെ 3 വരെ ഒന്ന് ഓർത്ത് വെക്കണേ. 78, 79, 80. 78 പ്ലാറ്റിനം, 79 ഗോൾഡ്, 80 മെർക്കുറി ആണ് കേട്ടോ. അതുപോലെ 100 തൊട്ടുള്ള, ഇവിടെ തൊട്ട് 99 തൊട്ട് 102 വരെ ഓർത്ത് വെച്ചേക്കണേ. 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 മെന്റലീവിയം, 102 ന്യൂബീലിയം. ഓർത്ത് വെച്ചോണം. 99 ഐൻസ്റ്റീനിയം ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേര് അറിയപ്പെടുന്ന മൂലകമാണ്. 100 ഫെർമിയം എൻറിക്കോ ഫെർമി എന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. 101 മെന്റലീവിയം നമ്മുടെ മെന്റലീഫിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ്. 100 നൊബീലിയം ആൽഫ്രഡ് നൊബേലിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. റൂദർഫോർഡിയം ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ബോറിയം നീൽസ് ബോറിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ്. അതോടൊപ്പം തന്നെ റോൺജനിയം എക്സ്റേ കണ്ടുപിടിച്ച വില്യം റോൺജന്റെ പേരിൽ അറിയപ്പെടുന്നു. CN കോപ്പർനീഷ്യം നിക്കോളാസ് കോപ്പർനിക്കസിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ്. അപ്പൊ സീബോർഗിയം, ഈ മൂലകവും നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലെ, സീബോർഗിയം. അപ്പോ ഗ്ലെയിൻ സീബോർഗ് എന്ന് പറയപ്പെടുന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്നതാണ്. ഉള്ള മൂലകങ്ങളെല്ലാം പറ്റുന്നിടത്തോളം എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പോകാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്തത് വീണ്ടും വാതക നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു മെയിൻസിന്റെ ചോദ്യമാണ്. 2025 തന്നെ നമ്മളോട് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. മറന്നുപോലും 2025 തന്നെ നമ്മളോട് ചോദിച്ച മറ്റൊരു ചോദ്യം. ഓക്കെ, നമുക്ക് പോകാം ചോദ്യത്തിലേക്ക്. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചമാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്ഷൻസ് വായിക്കാം. വ്യാപ്തം കുറയുന്നു, വ്യാപ്തം വർദ്ധിക്കുന്നു, വ്യാപ്തം ഒരുപോലെയാണ്, വ്യാപ്തം 0ആണ്. ഇതാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം മർദ്ദം സ്ഥിരമായിരുന്നാൽ, മർദ്ദം സ്ഥിരമായിട്ടിരിക്കുന്ന ലോ ഏതാണ്? ചാൾസ് നിയമമാണ്. ഏതാണ് നിയമം? ചാൾസ് നിയമം. അപ്പൊ ചാൾസ് നിയമം കിട്ടി. ചാൾസ് നിയമത്തിൽ സ്ഥിരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സ്ഥിരം? തീർച്ചയായിട്ടും മർദ്ദമാണ് സ്ഥിരം. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ചാൾസ് നിയമത്തിൽ പറയുന്നത്? നമ്മൾ VPT എന്ന് പഠിച്ചിരുന്നു അല്ലെ. VPT ചാൾസ് എന്താ എപ്പോഴും കാണുന്നത്? TV ആണ്. അപ്പൊ താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് നമ്മുടെ ചാൾസ് നിയമത്തിൽ പറയുന്നത്. അത് എന്ത് തരം ബന്ധമാണെന്ന് ചോദിച്ചാൽ നേർ അനുപാതമാണ്. എന്താണ്? നേർ അനുപാതമാണ്. ഓർത്ത് വെച്ചേക്കുക. എന്താണ് നേർ അനുപാതം എന്ന് ചോദിച്ചാൽ താപനില കൂടുമ്പോൾ ആരും കൂടും? വ്യാപ്തവും കൂടും. ഇനി താപനില കുറയുമ്പോൾ ആരും കുറയും? വ്യാപ്തവും കുറയും. ഓക്കെ,
ഇത് നമുക്ക് അറിവുള്ള കാര്യമാണ്. നേരനുപാതം എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നു, താപനില കുറയുമ്പോൾ ആരും കുറയും, വ്യാപ്തവും കുറയുന്നു. നമുക്ക് ചോദ്യം വായിക്കാം. താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാൾസ് നിയമത്തില് താപനില വർദ്ധിക്കുമ്പോൾ നേരനുപാതമാവുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? വ്യാപ്തവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമല്ലേ? അപ്പൊ താപനില കൂടുമ്പോൾ ആരും കൂടുന്നു? വ്യാപ്തവും കൂടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാതക നിയമങ്ങൾ നല്ല രീതിയിൽ വായിച്ചിട്ടേ പോകാവുള്ളൂ. നന്നായിട്ട് ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. 2025 തന്നെ ഇപ്പോൾ നിങ്ങൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, ഇനിയും നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് ചോദ്യങ്ങൾ. നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ ഇപ്പൊ തന്നെ പരിചയപ്പെടും. അപ്പോൾ മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിതമാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ വ്യാപ്തവും എന്ത് ചെയ്യുകയാണ്? വർദ്ധിക്കുകയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോഴേ മനസ്സിലായിക്കോണം അത് ഏത് ലോയാണ്? ചാൾസ് ലോയാണ്. ചാൾസ് ലോ ആണെങ്കിൽ ബന്ധം മനസ്സിലാക്കുക, നേരനുപാതമാണ്. ആരൊക്കെ തമ്മിൽ? ടിയും വിയും തമ്മിൽ. നേരനുപാതം എന്ന് വെച്ചാൽ താപനില വർദ്ധിക്കുമ്പോൾ ആരും വർദ്ധിക്കണം? വ്യാപ്തവും വർദ്ധിക്കണം. താപനില കുറയുമ്പോൾ ആരും കുറയണം? വ്യാപ്തവും കുറയണം. അതാണ് 2 സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? രാസമാറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കെമിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച് എന്ന് രാസഭൗതിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഐസ് ഉരുകുന്നു. അടുത്ത, പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, ജലം തിളയ്ക്കുന്നു. അപ്പൊ നമുക്ക് രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. രാസമാറ്റം എന്ന് വെച്ചാല് ഒരു സ്ഥിരമാറ്റമാണ്. എന്താണ്? സ്ഥിരമാറ്റം. താൽക്കാലികമല്ല, സ്ഥിരമാറ്റമാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നു എന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടാകുന്നു? പുതിയ ഒരു ഉൽപ്പന്നം ഉണ്ടാകുന്നു. പുതിയ ഉൽപ്പന്നം ഉണ്ടാകുന്നുണ്ട്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ, പുതിയ ഉൽപ്പന്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോ രാസമാറ്റത്തില് ഒരു പദാർത്ഥം എന്തായി മാറുന്നു? പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പുതിയ ഉൽപ്പന്നം ഉണ്ടാകുന്ന എവിടെയാണ്? രാസമാറ്റത്തിലാണ്. എന്നാൽ നമുക്ക് ഭൗതിക മാറ്റത്തിലേക്ക് വരാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റമാണ്. അവിടെ എന്താണ്? താൽക്കാലിക മാറ്റമാണ്. എന്താണ്? താൽക്കാലിക മാറ്റമാണ്. അപ്പൊ താൽക്കാലികമായിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ പദാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന തന്മാത്രകൾക്കാണ് ചേഞ്ച് സംഭവിക്കുന്നത്. തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇവിടെ പുതിയ ഉൽപ്പന്നം ഒന്നും ഉണ്ടാകുന്നില്ല. പുതിയ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല? ഉണ്ടാകുന്നില്ല. ഓക്കെ, പുതിയ ഉൽപ്പന്നം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല, പുതിയ ഉൽപ്പന്നം ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം. നമുക്ക് ആദ്യം ഐസിനെ ഒന്ന് ഉരുക്കി നോക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഐസാണ്. അപ്പൊ ഐസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉരുക്കി നോക്കുകയാണ്. ഐസ് ഉരുകി കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? ജലമായിട്ട് മാറുകയാണ്. ഈ ജലത്തെ വീണ്ടും നമുക്ക് എന്താക്കി മാറ്റാം? ഐസായിട്ട് മാറ്റാം. അപ്പൊ ഒരു താൽക്കാലിക മാറ്റമല്ലേ? ഐസ് ഉരുകി ജലമാവുന്നു, ജലത്തെ വീണ്ടും ഐസാക്കി മാറ്റാം. അപ്പൊ തീർച്ചയായിട്ടും ഐസ് ഉരുകുന്നത് ഒരു എന്തല്ല? രാസമാറ്റമല്ല എന്ന് മനസ്സിലായിരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തതിലേക്ക് വരികയാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. പഞ്ചസാര ജലത്തില് ലയിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര ജലത്തില് ലയിക്കുന്നു. പഞ്ചസാര ജലത്തില് ലയിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് തീർച്ചയായിട്ടും എന്താണ്? ഒരു താൽക്കാലിക മാറ്റത്തിലേക്കാണ് വന്നിരിക്കുന്നത്. പഞ്ചസാര ജലത്തില് ലയിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ജലം തിളയ്ക്കുന്നു. ഇതെടുക്കാം. ജലം തിളയ്ക്കുന്നു. ജലം തിളച്ചു കഴിഞ്ഞിട്ട് അതിനെ എന്താണ്? തണുപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? തണുപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് ജലമായിട്ട് മാറുന്നു. വീണ്ടും അതിനെ നമുക്ക് എന്ത് ചെയ്യാം? തിളപ്പിക്കാം. ഈ കൊടുത്തിരിക്കുന്നതും എന്താണ്? താൽക്കാലിക മാറ്റത്തിന് ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ്. പഞ്ചസാര ജലത്തില് ലയിച്ചു കഴിഞ്ഞാൽ അവിടെ പഞ്ചസാര ലായനിയാണ് ഉണ്ടാവുന്നത്. പഞ്ചസാരയും അതോടൊപ്പം തന്നെ ജലവും മാത്രമാണ്. അവിടെ പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. അപ്പൊ ഇവിടെ പുതിയ ഉൽപ്പന്നം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പോയിന്റ് രാസമാറ്റം അല്ലാതായി മാറ്റിയിരിക്കുന്നത്. പഞ്ചസാര ജലത്തിൽ ലയിച്ചുണ്ടായത് പഞ്ചസാരയും ജലവും ചേർന്ന ഒരു മിശ്രിതം മാത്രമാണ്. പഞ്ചസാരയും ജലവും അല്ലാതെ പുതിയൊരു ഉൽപ്പന്നമായിട്ട് മാറിയോ? പഞ്ചസാരയുടെയോ ജലത്തിന്റെയോ ഒന്നും സ്വഭാവമില്ലാത്ത വേറൊരു ഉൽപ്പന്നമായിട്ട് മാറിയോ? ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ്? ഭൗതിക മാറ്റമായി കരുതാം. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാക്കണം, ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്ന് പറയുന്നു. ഇരുമ്പ് തുരുമ്പിച്ചു പോവുകയാണ്.
ഇരുമ്പ് തുരുമ്പിച്ച് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തുരുമ്പിച്ച് പോയി കഴിയുമ്പോൾ ഇരുമ്പല്ലാത്ത ഒരു പദാർത്ഥം, തുരുമ്പെന്ന് പറയുന്ന ഒരു പുതിയ പദാർത്ഥം അവിടെ ഉണ്ടാവുകയാണ്. ആ തുരുമ്പിൽ നിന്ന് വീണ്ടും നമുക്ക് ഇരുമ്പിനെ നിർമ്മിച്ചെടുക്കാൻ പറ്റുമോ? അതില്ല. അപ്പൊ പെർമനന്റ് ചേഞ്ച് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പുതിയൊരു ഉൽപ്പന്നം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. എന്ത് ഉൽപ്പന്നമാണ്? തുരുമ്പ് എന്ന് പറയപ്പെടുന്ന ഇരുമ്പുമായിട്ട് ബന്ധമുള്ള മറ്റൊരു പദാർത്ഥമായി മാറി തുരുമ്പ് എന്ന് പറയപ്പെടുന്ന ഒരു പുതിയ ഉൽപ്പന്നമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ആൻസർ എന്താണ് വരുന്നത്? ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് രാസമാറ്റത്തിന് ഉദാഹരണം. ഇരുമ്പ് തുരുമ്പിക്കുന്ന എന്തിന് ഉദാഹരണമാണ്? രാസമാറ്റത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഐസ് ഉരുകുന്ന ഒരു താൽക്കാലിക മാറ്റമാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുമ്പോൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. ജലം തിളയ്ക്കുന്നു എന്ന് പറയുന്നത് ഒരു താൽക്കാലിക മാറ്റം മാത്രമാണ്. എന്നാൽ ഇരുമ്പ് തുരുമ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയൊരു പദാർത്ഥം, തുരുമ്പ്, റസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. ആ തുരുമ്പിൽ നിന്ന് വീണ്ടും നമുക്ക് ഇരുമ്പിനെ നിർമ്മിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇവിടെ രാസമാറ്റത്തിന് ഉദാഹരണം ആരാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും pH വാല്യൂമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യമാണ്. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? എന്തിനാണ് ഞാൻ മുമ്പേ ആസിഡിന്റെ കാര്യം പറഞ്ഞതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് നോർമൽ, അതായത് നിർവീര്യ ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്? pH വാല്യൂ 7 വരുന്നത് നിർവീര്യമാണ്. ഓപ്ഷൻ ഡിയിൽ കിടക്കുന്ന എന്താണ്? നിർവീര്യ അവസ്ഥയാണ്. അപ്പൊ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഇനി 7 ശേഷം 7.1 മുതൽ 14 വരെയുള്ളവ എന്താണ്? ആൽക്കലി ആണെന്ന് നമുക്കറിയാം. ആൽക്കലി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കലി അല്ലെങ്കിൽ ബേസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 7 നമ്മുടെ നടുക്കത്തെ പോയിന്റ്, അതായത് നമ്മുടെ ഒരു ബാരിയർ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു അതിർത്തി എന്ന് പറയപ്പെടുന്ന 7 7 ശേഷവും 7 മുൻപ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 0 മുതൽ 10 വരെ എന്നൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് ആൻസർ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് അസിഡിക് നേച്ചർ. 0 മുതൽ 7 വരെ, 0 മുതൽ 6.9 വരെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 0 മുതൽ 6.9 വരെ ഉള്ളവ ഏത് സ്വഭാവമാണ് കാണിക്കുന്നത്? ആസിഡ് സ്വഭാവം. PSC ആൻസർ പ്രകാരം 0 മുതൽ 7 വരെയുള്ളവ എന്താണ്? അസിഡിക് നേച്ചർ കാണിക്കുന്നവയാണ്. അപ്പോൾ ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് അസിഡിക് സ്വഭാവം ഉള്ളതായിട്ട് പരിഗണിക്കുന്നതെന്ന് ചോദിച്ചാൽ 0 മുതൽ 7 വരെ. 7 വരെയുള്ളവ ആസിഡ് സ്വഭാവമാണ്. 7 ആണെങ്കിൽ നിർവീര്യ സ്വഭാവമാണ്. 7 കഴിഞ്ഞിട്ട് 7.1 മുതൽ 14 വരെ എന്തായിരിക്കും? ആൽക്കലി അല്ലെങ്കിൽ ബേസിക് നേച്ചർ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? യെസ്. അടുത്തത് ഇത് തന്നെയല്ലേ നമ്മളിപ്പോൾ ചെയ്തത്. അടുത്തതിലേക്ക് വരാം. ഓക്കെ, അടുത്ത ചോദ്യം. അതായത് പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണെന്നാണ്, നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആറ്റം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം, ഡ്യുവൽ നേച്ചർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇത് നമ്മൾ പലതവണ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പരിചിതമായ പേരാണ്. പദാർത്ഥങ്ങളുടെ കണികകളുടെ ദ്വൈത സ്വഭാവം. ദ്വൈത സ്വഭാവം കാണിക്കുന്ന ആരാണ്? പ്രധാനമായിട്ടും ഇലക്ട്രോൺ ആണ്. ആരാണ്? ഇലക്ട്രോൺ. മറക്കല്ലേ, ഇലക്ട്രോൺ. ഇലക്ട്രോൺ എന്തുണ്ട്? ദ്വൈത സ്വഭാവമുണ്ട്. എന്തൊക്കെയാണ് ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവങ്ങൾ? കണികാ സ്വഭാവവുമുണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട്? തരംഗ സ്വഭാവവുമുണ്ട്. കണികാ സ്വഭാവവുമുണ്ട്, തരംഗ സ്വഭാവവുമുണ്ട്. രണ്ട് സ്വഭാവവും തുല്യമായിട്ട് നമ്മുടെ ഇലക്ട്രോണിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ദ്വൈത സ്വഭാവം എന്ന് അറിയപ്പെടുന്നത്. ഈ ദ്വൈത സ്വഭാവം കണ്ടുപിടിച്ച ആളുടെ പേരും ഡി എന്ന ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലി. കണ്ടോ, കിട്ടിയില്ലേ? ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലി. പഠിച്ചു വെച്ചോണേ, റിപ്പീറ്റ് ചെയ്യും. ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലി, ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലി, ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലി. മറക്കല്ല കേട്ടോ. ഡ്യുവൽ നേച്ചർ കണ്ടെത്തിയ ആളുടെ പേരെന്താണ്? ഡി ബ്രോഗ്ലി എന്നാണ്. നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുക? തന്നെ കണ്ടുപിടിച്ചിട്ട് എഴുതുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം മാത്രം എക്സ്പ്ലനേഷൻ സെഷനിലേക്ക് വന്ന് കേൾക്കുക കേട്ടോ. അപ്പൊ ഇലക്ട്രോൺ കണ്ടെത്തിയ ആളുടെ പേരെന്താ? JJ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയ ആളുടെ പേര് JJ തോംസൺ എന്നാണ്. മറക്കല്ലേ, JJ തോംസൺ. ഇലക്ട്രോൺ കണ്ടെത്തിയ JJ തോംസൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ ദ്വൈത സ്വഭാവം കണ്ടെത്തിയ ആളുടെ പേര് ലൂയിസ് ഡി ബ്രോഗ്ലി എന്നാണ്. ഡി ബ്രോഗ്ലി എന്ന് പഠിച്ചു. ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലി, ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലി, ഡ്യുവൽ നേച്ചർ ഡി ബ്രോഗ്ലി. ഡ്യുവൽ നേച്ചേഴ്സ് ഏതൊക്കെയാണ്? കണികാ സ്വഭാവം പാർട്ടിക്കിൾ നേച്ചറും തരംഗ സ്വഭാവം വേവ് നേച്ചറും. അത് തുല്യമായിട്ട് ഇവിടെ കാണപ്പെടുന്നു, ഇലക്ട്രോണിൽ കാണപ്പെടുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? യെസ്. ഇനി അടുത്തതിലേക്ക് വരാം. അടുത്തതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? അപ്പോൾ നോക്കാം ഓപ്ഷൻസ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ഓക്സൈഡ്. ഇത്രയുമാണ് നമ്മുടെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. കുമ്മായം അടിച്ച ചുവര്. കുമ്മായം എന്താണ്? ഈ കുമ്മായം എന്ന് പറഞ്ഞാൽ
കുമ്മായം എന്ന് വെച്ചാൽ സ്ലേക്കഡ് ലൈം ആണ്. കുമ്മായത്തിന്റെ കെമിക്കൽ ഫോർമുല കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ്. കുമ്മായം എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. CaOH ടോയ്സ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇത് കുമ്മായം. ഓക്കെ, അപ്പൊ തീർച്ചയായും ഓപ്ഷൻ എ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്താണ്? കുമ്മായം അടിച്ച് ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നതുകൊണ്ടാണ്? അവിടെ എന്തോ അപ്പൊ രൂപപ്പെടുന്നുണ്ടെന്ന് അറിയാം. എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കുമ്മായം അടിച്ച് ചുവരിൽ തിളക്കം കാണപ്പെടുന്നതിന് കാരണം ആ ഭാഗത്തേക്ക് കാൽഷ്യം ഓക്സൈഡ് രൂപപ്പെടുന്നതുകൊണ്ടാണ്. ആ രൂപപ്പെടുന്നതുകൊണ്ടാണ് കാൽഷ്യം ഓക്സൈഡ് രൂപപ്പെടുന്നത് കൊണ്ടാണ്. കാൽഷ്യം ഓക്സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ CaO എന്ന് പറയുന്നതാണ് ആര്? കാൽഷ്യം ഓക്സൈഡ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേര് നീറ്റുകക്ക എന്നാണ്. എന്ത് വിളിക്കും? നീറ്റുകക്ക. നീറ്റുകക്കയുടെ വേറൊരു പേരാണ് ക്യുക്ക് ലൈം. എന്താണ്? ക്യുക്ക് ലൈം. അപ്പൊ ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന ആരെയാണെന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. അല്ല, കാൽഷ്യം എന്താണ്? ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ എന്ത് വിളിച്ചു? കുമ്മായം എന്ന് വിളിച്ചു. വേറൊരു പേരാണ് ചുണ്ണാമ്പ് വെള്ളം. എന്താണ്? ചുണ്ണാമ്പ് വെള്ളം. ഈ ചുണ്ണാമ്പ് വെള്ളം എന്ന് വെച്ചാൽ ലൈം വാട്ടർ ആണ്. ചുണ്ണാമ്പ് വെള്ളം എന്താണ്? ലൈം വാട്ടർ ആണ്. കുമ്മായത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കും. സ്ലേക്കഡ് ലൈം കേട്ടോ. സ്ലേക്കഡ് ലൈം, SLAKED, സ്ലേക്കഡ് ലൈം എന്ന് വിളിക്കും. ഓർത്ത് വെച്ചേക്കുക, സ്ലേക്കഡ് ലൈം. ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു പേരാണ് ചുണ്ണാമ്പ് വെള്ളം. അതുപോലെ തന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് ലൈം. മിൽക്ക് ഓഫ് ലൈം. ഓർത്ത് വെച്ചിരിക്കണേ, മിൽക്ക് ഓഫ് ലൈം ആരാന്ന് ചോദിച്ചാലും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി കാൽഷ്യം കാർബണേറ്റ് CaCO3 എന്ന് പറയും. CaCO3 ഇതാണ് നമ്മൾ മാർബിള്, ചോക്ക്, പവിഴപ്പുറ്റ്, പിന്നെ കക്ക, മുട്ടത്തോട്, മീൻമുള്ള്, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. കക്കയുണ്ട്, ചോക്കുണ്ട്. നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക, ചോക്കുണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്. ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല് കേട്ടോ, ലൈം സ്റ്റോൺ ഉണ്ട്. പിന്നെ മുട്ടത്തോടുണ്ട്, മീൻമുള്ളുണ്ട്. അങ്ങനെ എല്ലാം തന്നെ എന്താണ്? കാൽഷ്യം കാർബണേറ്റ്. പവിഴപ്പുറ്റ് ഇവയെല്ലാം എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പം ചോക്ക്, മാർബിള്, ലൈം സ്റ്റോണ്, മീൻമുള്ള്, പിന്നെ മുട്ടത്തോട്, പിന്നെ കക്ക, ഇതെല്ലാം തന്നെ പവിഴപ്പുറ്റ്, ഇതെല്ലാം തന്നെ എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. മറന്നുപോലെ. ക്ലിയർ ആയില്ലേ? യെസ്. ഇനി അടുത്തത് നല്ലൊരു ചോദ്യമാണ്. റിയാക്ഷൻസ് എന്ന ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും മുന്നത്തെ ക്വസ്റ്റ്യൻ സംയുക്തങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. കാൽഷ്യത്തിന്റെ ചോദ്യം. അടുത്തത്, ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇരുമ്പ് ഫയലിങ്ങുകളിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബേസിക് കാര്യം പഠിച്ചു വെച്ചാൽ ഇത് നമുക്ക് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു ലോഹവും ആസിഡും തമ്മിൽ, ഇവിടെ ഇരുമ്പല്ലേ കൊടുത്തേക്കുന്നതാണ് ഇരുമ്പ്, ഏതെങ്കിലും ഒരു ലോഹവും ഇതാണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ഏതെങ്കിലും ഒരു ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ അവിടെ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ രാസപ്രവർത്തനം നടക്കുന്നില്ല എന്ന് കൊടുത്തു. ആ ആൻസർ എന്താണ്? തെറ്റാണ്. അവിടെ രാസപ്രവർത്തനം നടക്കും. അപ്പൊ ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവുന്നു. അപ്പൊ നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാകുന്നുണ്ടോ? ഈ ഓപ്ഷനിൽ ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഓപ്ഷനും തെറ്റാണ്. ഇനി അതിന് മുന്നിൽ കിടക്കുന്ന ഓപ്ഷൻ നോക്കിയേ, തീർച്ചയായിട്ടും നാണ്ട് ഇവിടെയും ഹൈഡ്രജൻ ഉണ്ടാകുന്നില്ല. അപ്പൊ നമുക്ക് 3 ഓപ്ഷനും പോയി കഴിഞ്ഞു. ഇനി ആൻസറിലേക്ക് വരാം. ദാ നോക്കിയേ, തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകുന്ന എന്താണ്? ഹൈഡ്രജൻ ഉണ്ടാകും. ഏതെങ്കിലും ഒരു ലോഹവും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ അവിടെ സ്വാഭാവികമായിട്ടും ആരുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആ ലോഹത്തിന്റെ സോൾട്ടും ഉണ്ടാവും, ആ ലോഹത്തിന്റെ ലവണവും ഉണ്ടാവും. നോക്കിയാ, ലോഹ ലവണം അയൺ ക്ലോറൈഡ് കിടക്കുന്നത് നിങ്ങൾക്ക് പഠിച്ചു വെച്ചോണം. ഇരുമ്പ് ഫയലിങ്ങുകളിൽ, ഫയലിംഗ് എന്നൊക്കെ തന്നേക്കുന്നത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാ. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഒരു കാര്യം അറിയാം, ഏതെങ്കിലും ഒരു ലോഹവും ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ ഉണ്ടാകും എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹൈഡ്രജനുള്ള ഓപ്ഷൻ എടുത്താൽ പോലെ മതി. അപ്പൊ ഹൈഡ്രജനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടെ ഉള്ളത് അതിന്റെ ക്ലോറൈഡ് രൂപമാണ്, അല്ലെങ്കിൽ അതിന്റെ സോൾട്ട് ആയിരിക്കും ഉണ്ടാകുക. തന്നിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. ഇപ്പൊ ഇരുമ്പിന്റെ ലവണ രൂപം ഉണ്ടായിരിക്കുന്നു, അയൺ ക്ലോറൈഡ് അവിടെ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പൊ അയൺ ട്രൈക്ലോറൈഡും അതോടൊപ്പം ഹൈഡ്രജനും ഉണ്ടാകുന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എളുപ്പല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം നമ്മുടെ സബ് ഷെല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡി സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം.
അപ്പൊ നമുക്ക് സബ്ഷെല്ലുകളാണ്. സബ്ഷെല്ലുകളുടെ പരമാവധി എണ്ണം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം ചോദിക്കാം, ഏതൊക്കെ സബ്ഷെല്ലുകളുണ്ട്? നമുക്കറിയാം എസ്, പി, ഡി, എഫ്. ഏതൊക്കെ സബ്ഷെല്ലുകളുണ്ട്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഇത്രയും സബ്ഷെല്ലുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. എസ് സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. എസ് സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഇനി എസ് കഴിഞ്ഞിട്ട് ഡി സബ്ഷെല്ല്, എസ് കഴിഞ്ഞിട്ട് പി സബ്ഷെല്ലിലേക്ക് വരാം. പി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. പി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. ഡി സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. അതിനുശേഷം എഫ് സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. എഫ് സബ്ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. അപ്പൊ എസില് 2, പിയില് 6, ഡിയില് 10, ഡിയില് 10, എഫില് 14. ചോദിച്ച ചോദ്യം എന്താ? ഡി സബ്ഷെല്ലിലെ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. ഇവിടെ ഓപ്ഷൻ ഡി 10 കിട്ടിയില്ലേ? എളുപ്പം കണ്ടുപിടിക്കാൻ. ഡി എന്നുള്ളത് തന്നെ അവിടെ കിടപ്പുണ്ട്. എസ് പി ഡി, ഡി കണ്ടോ? ഡി 10. ഡിയില് 10 ആൻസറിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? 10. അപ്പൊ എസില് 2, പിയില് 6, ഡിയില് 10, എഫില് 14 എന്നുള്ള കാര്യം പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു അത്. ഇനി അടുത്തത് വളരെ എളുപ്പമുള്ള മറ്റു 2 ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഡാഷ് ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. യെസ്, ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കേരളത്തിന്റെ കടൽ തീരത്ത് നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ധാതുവാണ് ഇത്, ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് മാത്രമേ കേരളത്തിന്റെ കടൽ തീരത്തുള്ളൂ? അല്ല. ഇൽമനൈറ്റിനോടൊപ്പം തന്നെ മോണോസൈറ്റ് ഉണ്ട്, റൂട്ടൈൽ ഉണ്ട്, മോണോസൈറ്റ് ഉണ്ട്, റൂട്ടൈൽ ഉണ്ട്, സിർക്കോൺ ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഇൽമനൈറ്റ്, മോണോസൈറ്റ്, റൂട്ടൈല്, അതോടൊപ്പം സിർക്കോണും ഉണ്ട്. സിർക്കോൺ കേട്ടോ, സിർക്കോൺ. ഇത്രയും പേരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ എന്ത് ഉൽപ്പാദിപ്പിക്കാനാണ് ഇൽമനൈറ്റ് യൂസ് ചെയ്യുക എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇൽമനൈറ്റ് എന്ന് വെച്ചാൽ ടൈറ്റാനിയത്തിന്റെ ധാതുവാണ്. ഇൽമനൈറ്റ് എന്തിന്റെ ധാതുവാ? ടൈറ്റാനിയത്തിന്റെ ധാതുവാണ്. ഓപ്ഷനിൽ ടൈറ്റാനിയം ഉണ്ടോ നോക്കിയേ. ഇതാ ഇവിടെ മാംഗനീസ. അപ്പൊ ഇത് വരില്ല. TH തോറിയം ആണെന്ന് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു. V വനേഡിയം ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടി ടൈറ്റാനിയം ഡയോക്സൈഡ്. അപ്പോ നമ്മൾ എന്ത് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇത്, ഇൽമനൈറ്റ്. അപ്പൊ കേരളത്തിന്റെ കടൽ തീരത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൽമനൈറ്റ് എന്ന് പറയപ്പെടുന്നത്, ഇൽമനൈറ്റിൽ നിന്ന് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ആരെയാണ്? ടൈറ്റാനിയം ഡയോക്സൈഡിനെയാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് മറക്കല്ലേ, ടൈറ്റാനിയം ഡയോക്സൈഡ്. അപ്പോൾ അത് എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കാണുമെന്ന് എനിക്കറിയാം. അപ്പൊ അടുത്തതിലേക്ക് വരാം. അതെ, അക്വേറിയത്തിന്റെ അടിയിൽ നിന്നുയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? നമുക്ക് വാതക നിയമങ്ങൾ ഏകദേശം അറിയാം. 2-3 ചോദ്യങ്ങളായപ്പോ തന്നെ പഠിച്ചു. അപ്പോൾ അക്വേറിയത്തിന്റെ അടിത്തട്ടാണ്. നമുക്ക് അക്വേറിയം എടുക്കാം. ഇതൊരു അക്വേറിയം ആണെന്ന് കരുതുക. ഈ അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം ചെറുതാണ്. മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തായിട്ട് വരുന്നു? വലുതായിട്ട് മാറുന്നു. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ്. ഓക്കെ, നമുക്ക് അക്വേറിയത്തിന്റെ അടിത്തട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യാപ്തം എന്ന് പറയപ്പെടുന്നത് വളരെ കുറവാണ്. നോക്കിയേ, വ്യാപ്തം വളരെ കുറവാണ്. എന്നാൽ മർദ്ദവോ? യെസ്, മർദ്ദം വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാലോ വ്യാപ്തം അങ്ങ് കൂടുക. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അല്ലെ, വ്യാപ്തം കൂടുന്നു. പക്ഷെ മർദ്ദം അപ്പോഴത്തേക്കും എന്ത് ചെയ്തു? കുറഞ്ഞു. മർദ്ദം അവർക്ക് അങ്ങ് കുറഞ്ഞു. ഓക്കെ, ഇത്രയും കിട്ടി. നമുക്ക് വിയും പിയും ആണ് നമ്മുടെ ബന്ധമായിട്ടുള്ളതെന്ന് മനസ്സിലായി. നോക്കിയേ, വിയും പിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന ലോ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. നമ്മൾ ചാൾസ് നിയമം പഠിച്ചിരുന്നു. ചാൾസ് നിയമത്തിൽ ആരൊക്കെ തമ്മിലുള്ള ബന്ധമാ? ചാൾസിന് ടിവിയുമായിട്ടാ ബന്ധം. ടിയും വിയും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് നിയമത്തിൽ പറയുന്നത്. അവഗാഡ്രോ നിയമത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധമാണ്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം പറയുന്ന അവഗാഡ്രോ നിയമമാണ്. ഓക്കെ, അത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ പഠിച്ചുകൊണ്ട് ബോയിൽ നിയമം, ഡാൾട്ടന്റെ നിയമം അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രത്യേകിച്ച് അത് പഠിക്കാനില്ലാത്ത ഒരെണ്ണമാണ്. പ്രത്യേകിച്ച് വാതക നിയമങ്ങളിനകത്ത് പറഞ്ഞിട്ടില്ല. എങ്കിൽ നമുക്കത് പഠിക്കാം. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇങ്ങോട്ട് വരാം. ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വിയും പിയും ആണ് അല്ലെ. വിയും പിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിയും പിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന ഈ നിയമമാണ് ബോയിൽ നിയമമാണ്. ഓർത്ത് വെച്ചേക്കുക,
ബോയിൽ നിയമത്തിനകത്താണ് വോളിയവും പ്രഷറും തമ്മിലുള്ള ബന്ധം പറയുന്നത്. അത്ര അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. ആൻസർ എന്താണ്? ബോയിൽ നിയമം. ഇനി ഒന്നും അറിഞ്ഞില്ലെങ്കിലും അങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചോണം. അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ ബോയിൽ നിയമപ്രകാരമാണ്. ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. സിറിഞ്ചിന്റെ പ്രവർത്തനം ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിറിഞ്ചിന്റെ പ്രവർത്തനവും ഏത് തന്നെയാണ്? ബോയിൽ നിയമമാണ്. മറ്റൊന്ന് ചോദിച്ചിട്ടുണ്ട്, പർവ്വതാരോഹകരുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നു, രക്തം വരുന്നു, ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സോഡാ കുപ്പി ഓപ്പൺ ചെയ്യുന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഊതിവീർപ്പിച്ച് ഒരു ബലൂൺ ഞെക്കി പൊട്ടിക്കുന്നു, അത് ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ്. എന്നാൽ ഊതിവീർപ്പിച്ച ബലൂണിനെ നമ്മൾ വെയിലത്ത് വെച്ച് പൊട്ടുകയാണെന്നുണ്ടല്ലോ അത് ചാൾസ് നിയമം. വെയിലത്ത് വെച്ച് പൊട്ടുമ്പോൾ ടെമ്പറേച്ചറോടെ വരും. അപ്പൊ ഏതാണ്? ചാൾസ് നിയമമാണ്. ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഒരു ബലൂണിനെ ഊതി വീർപ്പിക്കുകയാണെങ്കിൽ ഏത് നിയമമാണ്? അത് അവഗാഡ്രോ നിയമമാണ്. കാരണം ഊതി വീർപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തന്മാത്രകളുടെ എണ്ണം കൂട്ടുമ്പോൾ ആ ബലൂണിന്റെ വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. തന്മാത്രകളുടെ എണ്ണം കൂടുമ്പോൾ വോളിയം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതേ നിയമമാണ് അവഗാഡ്രോ നിയമം. അപ്പൊ ഒന്നുകൂടെ പറയാം. ഊതി വീർപ്പിച്ച ബലൂൺ ഞെക്കി പൊട്ടിച്ചാൽ ബോയിൽ നിയമം. ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ച് പൊട്ടിച്ചാൽ ചാൾസ് നിയമം. ഒരു ബലൂണിനെ ഊതി വീർപ്പിക്കുന്നത് അവഗാഡ്രോ നിയമം. ഒരു ബലൂണിനെ ഊതി വീർപ്പിക്കുന്ന ഏതാണ്? അവഗാഡ്രോ നിയമവുമാണ്. ക്ലിയർ ആയില്ലേ? എളുപ്പമുള്ള ഒരു ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത്, അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും 120ഓ? ഇവര് കുറച്ചു മുമ്പ് വരെ പറഞ്ഞത് എത്ര മൂലകങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്? തീർച്ചയായിട്ടും 118 എന്നല്ലേ പറഞ്ഞത്? ഒഫീഷ്യലി 118 മൂലകമേ ഉള്ളൂ. പക്ഷെ PSC ചോദിച്ചു 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം എന്താണ്? ഒഫീഷ്യൽ നെയിം അല്ല, IUPAC ഒരു പേര് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഒരു പേരിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഒഫീഷ്യൽ നെയിം ഇടുന്നതിന് മുമ്പ് PSC ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത് 120ാമത്തെ മൂലകം. അപ്പൊ നമുക്ക് നോക്കാം. നേരെ അൺബൈനലിയം കണ്ടോ? അൺബൈനലിയം എന്ന് പറയപ്പെടുന്നു. അടുത്ത അൺബൈപെന്റിയം, ബൈപെന്റിയം. അടുത്ത അൺബൈഒക്റ്റിയം, അൺബൈഎന്നിയം. ഇത്രയും പേരാ തന്നേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് അൺബൈനലിയം എന്ന് പറയുന്നതാണ്. അൺബൈനലിയം. ഓക്കെ, നന്നായിട്ട് ഈ ഭാഗം അറിയാവുന്ന ഒരാൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യന്റെ മേഖലയാണിത്. ഓക്കെ, ഓർത്തുവെക്കുക. അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ 120 പഠിച്ചേക്കാം. അൺബൈനലിയം എന്നാണ്. അൺബൈനലിയം. അപ്പൊ നമുക്ക് കുറച്ച് മൂലകങ്ങൾ എടുക്കാം. നമ്മൾ ഗൂഗിളിൽ നിന്ന് കുറച്ചധികം മൂലകങ്ങളുടെ പേര് എടുത്തിരിക്കുകയാണ്. എത്ര മൂലം പറഞ്ഞിട്ടുണ്ട്? ആകെ 118 മൂലകങ്ങളെ ഉള്ളൂ. നമ്മൾ എവിടത്തോട്ട് പറയുന്നു? 119 മുതൽ 125 വരെയുള്ള മൂലകങ്ങൾ പറയുന്നു. അതിനുശേഷം കുറെ അധികം മൂലകങ്ങൾ കൂടി IUPAC എന്ത് കൊടുത്തിട്ടുണ്ട്? പേര് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 115 വരെ എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ്സിൽ ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാത്തിന്റെയും പേരുകൾ ദാണ്ടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാണ്ടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് സ്പെല്ലിംഗ് ഒക്കെ. നമുക്ക് എന്ത് ചെയ്യാം? മലയാളത്തിൽ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ദാണ്ടെ ഒന്നാമത്തെ 119ാമത്തെ മൂലകമാണ്. 119 എന്താണ്? യുനുനെനിയം എന്ന് പറയപ്പെടുന്നതാണ് 119ാമത്തെ മൂലകത്തിന്റെ പേര്. പേര് കിട്ടിയ യുനുനേനിയം എന്ന് പറയപ്പെടുന്നതാണ് കേട്ടോ. യുനുനേനിയം നല്ല പേരല്ലേ? ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നോക്കി വെച്ചേക്കാം. മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കാം. യുനുനേനിയം എന്ന് പറയപ്പെടുന്നത് 119. ഇപ്പൊ ചോദിച്ചാൽ 120 അല്ലേ? നമുക്കറിയാം അൺബിനിലിയം എന്ന് പറയപ്പെടുന്നതാണ് 120ാമത്തെ മൂലകം. അടുത്തത് അൺബിയൂണിയം എന്ന് പറയപ്പെടുന്നത് 121. 122 അൺബിബിയം. അൺബിബിയം എന്ന് പറയപ്പെടുന്നതാണ് 122. അടുത്തത് അൺബിട്രിയം 123. ഓക്കെയാണ്. അടുത്തത് അൺബിക്വാഡിയം എന്ന് പറയപ്പെടുന്നത് 124. അതുപോലെ തന്നെ അൺബിപെന്റിയം എന്ന് പറയപ്പെടുന്നത് 125. ഇതൊന്ന് എഴുതിയെടുത്ത ശേഷം 2-3 തവണ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ കാണുമ്പോൾ എഴുതാൻ പറ്റും. എക്സാം ഹോളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ നൊബേൽ സമ്മാനത്തിന് നോക്കില്ലേ? ആ സമയത്ത് എന്ത് ചെയ്യുക? പേരുകളൊക്കെ കട്ടിയുള്ള ഓസ്കറും നൊബേലും ഒക്കെ നോക്കുന്ന സമയമായിരിക്കും അത്. ആ സമയത്ത് ഈ പേരും കൂടി എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെച്ചിട്ട് കയറുക. കാരണം ചോദിച്ചാൽ എഴുതാൻ പറ്റും. ഇനി ഈ മൂലകങ്ങളൊക്കെ ആധുനിക ആവർത്തന പട്ടികയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ 8ാമത്തെ പീരീഡിലാണ്. കണ്ടോ? ഇനി വരാൻ പോകുന്ന പീരിയോഡിക് ടേബിൾ ഇതാണ്. അതുകൊണ്ട് 121 കണ്ടോ? 121 കിടക്കുന്നുണ്ടോ? 121, 122, 123 ഒക്കെ ഏത് പീരീഡ് ആണെന്ന് ചോദിച്ചാൽ പുതിയൊരു പീരീഡ് കൊടുത്തേക്കുന്നുണ്ടോ? യെസ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്? 8ാമത്തെ പീരീഡിന്റെ ഭാഗമാകാനുള്ള മൂലകങ്ങളാണ് വരുന്നത്. എല്ലാവരും തന്നെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 8ാമത്തെ പീരീഡിന്റെ ഭാഗമായിട്ടാണ്. 119, 120 കണ്ടോ? 121 ഒക്കെ ഇവിടെ വരും. 121 ശേഷമുള്ളതാണ്. 121 തൊട്ടുള്ളവ ഇങ്ങോട്ട് താഴെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് താഴെ ഒരെണ്ണം കൂടി വരാൻ പോവാണ്. 8ാമത്തെ പീരീഡ്
ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. 8ാമത്തെ പീരീഡിലേക്ക് പോവാണ്. അപ്പോൾ 119, 20 അവരുടെ എല്ലാം പേര് ഓർത്ത് വെച്ചിരിക്കാം. ഒഫീഷ്യലി 118 എലമെന്റ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒഫീഷ്യലി എത്ര മൂലകങ്ങളേ ഉള്ളൂ? 118 എലമെന്റ്സേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഈ വെള്ള കളറിൽ കൊടുത്തേക്കുന്നതെല്ലാം വരാൻ പോകുന്ന മൂലകങ്ങളാണ്. അല്ലെങ്കിൽ 125 വരെയുള്ള മൂലകങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്യുക. ചുമ്മാ മാർക്ക് കൊണ്ട് കളയണ്ടല്ലോ, പറ്റും. നന്നായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കുക. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ നമ്പറുകൾ വരാൻ പോവാണ്, കുറെ അധികം എലമെന്റ്സ് വരാൻ പോവാണ്. അതൊക്കെ ഒഫീഷ്യലി നെയിം വരുമ്പോൾ നമുക്ക് അതും കൂടി പഠിക്കാം. ഇപ്പോൾ അൺഒഫീഷ്യൽ നെയിം ഉണ്ട് IUPAC തന്നിരിക്കുന്നത്, അത് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? 115 വരെയുള്ള എലമെന്റ്സിന്റെ പേര് പഠിച്ചു വെച്ചു. പോസ് ചെയ്ത് വെച്ച് എല്ലാത്തിൻ്റെയും പേര് എഴുതിയെടുത്തോണേ. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, അടുത്തതും നമ്മുടെ പുതിയ പീരിയോഡിക് ടേബിൾ, പുതിയ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണ്. 2025 ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. റൂദർഫോർഡിന്റെ ആൽഫ വികിരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണ്? റൂദർഫോർഡിന്റെ ആൽഫ വികിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ മലയാളമാണ് തന്നിരിക്കുന്നത്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ മലയാളം ആൽഫ വികിരണ വിസരണ പരീക്ഷണം. ഓക്കെ, അപ്പൊ അതിൽ തെറ്റായ നിരീക്ഷണം ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. ഒന്നാമത്തേലേക്ക് വരാം. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വർണ്ണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്. സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം. സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വ്യതിചലിച്ചു. എല്ലാ ആൽഫ കണങ്ങളും, മിക്ക എന്ന കൊടുത്തിരുന്നത്, മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വ്യതിചലിച്ചിട്ടില്ല. ഓക്കെ, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണുകളിൽ വ്യതിചലിച്ചു. അത് ശരിയാണ്. ചെറിയ ഭാഗം മാത്രം ചെറിയ കോണളവുകളിൽ വ്യതിചലിച്ചിരുന്നു ആൽഫ കണങ്ങൾ. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് വളരെ കുറച്ച് കണങ്ങൾ, കുറച്ച് കണങ്ങൾ 180 ഡിഗ്രിയിൽ വ്യതിചലിച്ചു. മിക്ക കണങ്ങളും ചലിച്ചോ? ഇല്ല, കുറച്ച് ആൽഫ കണങ്ങൾ മാത്രമാണ് അവിടെ ചലിച്ചത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താൻ ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഇത് ചോദിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് നടത്തിയ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയപ്പെടുന്ന ആ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ആ പരീക്ഷണം ഒന്ന് നോക്കി വെച്ചാലോ? യെസ്. അപ്പോൾ ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ട് നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കി വെച്ചേക്കാം. ഇതാണ് ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം. അതിന്റെ വേറൊരു പേരാണ് ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം. എന്താണ്? ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിന്റെ വേറൊരു പേരാണ് എന്ത്? ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം. ഏണസ്റ്റ് റൂദർഫോർഡിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇത് മൊത്തമൊന്ന് നല്ല രീതിയിൽ വായിച്ചേക്കാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്നാ നടന്നെന്നുള്ള കാര്യം വ്യക്തമായി കൊടുത്തുകൊണ്ട് വർഷം ശ്രദ്ധിച്ചു വെച്ചോളൂ. 1911 ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ ആരൊക്കെയാണ്? ഹാൻസ് ഗീഗർ. ആരാണ്? ഹാൻസ് ഗീഗർ, ഏണസ്റ്റ് മാഡ്സൺ, പേരുണ്ടോ? ഏണസ്റ്റ് മാഡ്സൺ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണം നടത്തി. അപ്പൊ ഒരു നേർത്ത സ്വർണ്ണത്തകിടില് ആൽഫ കിരണങ്ങൾ പതിപ്പിച്ചിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം എന്ന പേര് വന്നിരിക്കുന്നത്. സ്വർണ്ണത്തകിട് യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താണ്? ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്നൊരു പേര് കൂടിയുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. എന്നെക്കുറിച്ച്? ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. ഇനി അടുത്തത് ശ്രദ്ധിച്ചോണം. റേഡിയോ ആക്റ്റീവായിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റൂദർഫോർഡ് ശ്രമിച്ചു. അപ്പൊ ആ പാതയിലെ വ്യതിയാനങ്ങളാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇട്ടുന്നത്. പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആര് നിരീക്ഷിച്ചു? റൂദർഫോർഡ് നിരീക്ഷിച്ചു. ഓക്കെ, ഇനി സ്വർണ്ണത്തകിടിൽ നിന്ന് പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു.
ഓക്കെ, അത്രയും അദ്ദേഹം ചെയ്തു. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വീണത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ പരീക്ഷണം. പരീക്ഷണത്തിന്റെ പേരെന്താണ്? ഗോൾഡ് ഫോയിൽ പരീക്ഷണം. നടത്തിയ ആളുടെ പേര് ഏണസ്റ്റ് റൂദർഫോർഡ്. എന്നാണ് നടത്തിയെന്ന് ചോദിച്ചാൽ 1911. ഏണസ്റ്റ് റൂദർഫോർഡിനൊപ്പം ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ്? ഹാൻസ് ഗീഗറും ഏണസ്റ്റ് മാഡ്സണുമാണ്. പേര് പഠിച്ചു വെച്ചോണേ, ഹാൻസ് ഗീഗറും ഏണസ്റ്റ് മാഡ്സണും. അപ്പോൾ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിൽ ഉൾപ്പെട്ട ശാസ്ത്രജ്ഞർ, ഉൾപ്പെടാത്ത ശാസ്ത്രജ്ഞർ എന്നൊക്കെ ചോദിക്കാം. ഉൾപ്പെട്ടവർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെ പറയാം? ഏണസ്റ്റ് റൂദർഫോർഡ് ഉണ്ട്, ഏണസ്റ്റ് മാഡ്സൺ ഉണ്ട്, പിന്നെ ആരുണ്ട്? ഹാൻസ് ഗീഗർ ഉണ്ട്. പഠിച്ചോണ്ടേ പേര് ഹാൻസ് ഗീഗർ ഉണ്ട്. അപ്പൊ നമുക്ക് ആ പരീക്ഷണത്തിൽ താഴെ പറയുന്ന നിരീക്ഷണങ്ങളൊക്കെ നോക്കിയാലോ? പരീക്ഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ നിരീക്ഷണങ്ങളൊക്കെ നോക്കാം. ദേണ്ടേ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ഗോൾഡ് ഫോയിൽ പരീക്ഷണം കേട്ടോ. അപ്പൊ ചിത്രം ഒന്ന് മനസ്സിൽ പതിപ്പിച്ചിട്ടിരിക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. വേണ്ടേ, ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകളുടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. കണ്ടോ, യാതൊരുവിധ വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകളുടെ യാതൊരുവിധ വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയിട്ടുണ്ട്. ഇനി അടുത്തത് കണ്ടോ, എല്ലാ കണങ്ങളും സ്വർണ്ണത്തകളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. കണ്ടോ, എല്ലാ കണങ്ങളും യാതൊരുവിധ വ്യതിയാനവും ഇല്ലാതെ കടന്നു പോയിട്ടുണ്ട്. ഇനി അടുത്ത ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകളിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്ന് ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. ചിലർ എന്താ ചെയ്ത്? ചെറിയൊരു കോണളവിൽ എന്ത് ചെയ്തു? വ്യതിചലിച്ചു. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകളിൽ തട്ടിയ ശേഷം എന്ത് ചെയ്തു? ചെറിയൊരു കോണളവ്, നേർരേഖയിൽ നിന്ന് ചെറിയൊരു കോണളവിലോട്ട് എന്ത് ചെയ്തു? വ്യതിചലിച്ചു. ഓക്കെ, ഇനി ഈ പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ചു വെച്ചോ. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം, ഏകദേശം 20,000-1, ഏകദേശം 20,000-1, മിക്കതും ഇല്ല, വളരെ കുറച്ച് മാത്രം, വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു. കേട്ടോ, വളരെ കുറച്ച്. സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താ മിക്കവെന്നാണ്, മിക്ക ആൽഫ കണങ്ങളും എന്നാ പറഞ്ഞത്. എല്ലാവരും ഉണ്ടോ? ഇല്ല. ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് 20,000-1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓർത്ത് വെച്ചിരിക്കുക, വളരെ കുറച്ച്. ഇത് ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലെ? വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രം 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം എന്ന് പറയപ്പെടുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇത് പഠിച്ചു വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി ബാക്കി ഭാഗം കൂടെ ഒന്ന് വായിച്ചേക്കാം. ഇവിടെ ഒന്നും ചോദ്യം വന്നില്ല, എങ്കിലും ഇനി വന്നാലോ എന്ന് കരുതി ഇതൂടെ പറയാൻ പോവാണ്. ശ്രദ്ധിച്ചു വെച്ചോ. അതിന്റെ ബാക്കി ഭാഗമാണ്. അപ്പൊ നമ്മുടെ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ശൂന്യമാണ് എന്ന് കണ്ടെത്തിയ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ശൂന്യമായതുകൊണ്ടാണ് എന്താണ് മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ എന്ത് ചെയ്ത് വ്യതിചലിച്ചു പോയെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചോദിച്ചിട്ടുണ്ട്, ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗവും ശൂന്യമാണെന്ന് കണ്ടെത്തിയ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഏത് പരീക്ഷണം? ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ പരീക്ഷണമാണ്. ഇനി അടുത്തത്, പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടി കടന്നുപോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. എന്ത് മനസ്സിലായി? അതായത് ആറ്റത്തിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജുള്ള ഒരു കണികയുണ്ട് എന്ന് ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അതായത് പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്ത്, കണ്ടോ, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടി പോയപ്പോൾ വികർഷിക്കപ്പെട്ടു. അവിടെയാണ് കോണളവിൽ എന്ത് ചെയ്ത്? വ്യതിയാനം സംഭവിച്ചത്. അങ്ങനെയാണ് ഏണസ്റ്റ് റൂദർഫോർഡ് മനസ്സിലാക്കുന്നത് ആറ്റത്തിന്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു കണിക ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ സ്റ്റേറ്റ്മെന്റായി കണ്ടതാണ്. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്, എന്ന് വെച്ചാൽ ന്യൂക്ലിയസിലാണെന്ന്. ഇൻഡയറക്ട്ലി പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിലാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജ് എവിടെയാ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ആറ്റത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു ചെറിയ വ്യാപ്തത്തിലാണ്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്. തീർച്ചയായിട്ടും കേന്ദ്രഭാഗം ആറ്റത്തിന്റെ ഭാഗവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും? ചെറുതായിരിക്കത്തില്ലേ? കേന്ദ്രഭാഗം ചെറുതാണ്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുള്ളൂ. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ എന്ത് ചെയ്തത്? തിരികെ വന്നത്. ഓർത്ത് വെച്ചു. അപ്പം ആ കേന്ദ്രഭാഗത്തേക്ക് നേരെ ചെന്ന് 180 ഡിഗ്രിയിൽ എന്ത് ചെയ്തു? കോണളവിൽ തിരികെ വന്നു. ഓക്കെ, ഈ കേന്ദ്രഭാഗത്തെ അദ്ദേഹം എന്ത് വിളിച്ചു?
ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. കണ്ടോ, ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അപ്പൊ ന്യൂക്ലിയസ് കണ്ടെത്തിയ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏത് പരീക്ഷണം വഴി? ഗോൾഡ് ഫോയിൽ പരീക്ഷണം അല്ലെങ്കിൽ ആൽഫ റേ സ്കാറ്ററിംഗ് പരീക്ഷണം വഴി എന്ന് 1911. ഓക്കെ, അപ്പൊ ഗീഗറും മാഡ്സണും 2 സയന്റിസ്റ്റുകളുടെ കൂടെ ഉണ്ടായിരുന്നു. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് അവരുടെ മാസ്റ്റർ. അതുകൊണ്ട് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ക്ലിയർ ആയില്ലേ? ഇതും കൂടി ഒന്ന് വായിച്ചിട്ട് പോണേ. ബാക്കി ഭാഗത്തു നിന്ന് ചോദ്യം ഓൾറെഡി വന്നു. ഈ ഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇവിടെ വായിച്ചിട്ട് പോവാ. ഇനി നമുക്ക് കുറച്ച് കാര്യം ഇവിടെ പറയാം. അല്ലേ, റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയെ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ചുരുക്കി എഴുതാം. ഒന്ന് വായിച്ചേക്കാം. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ട്. ആര് പറഞ്ഞു? ഏണസ്റ്റ് റൂദർഫോർഡാ പറഞ്ഞത്. ആറ്റത്തിന് എന്തുണ്ട്? ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രമുണ്ട്. കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി ആറ്റത്തിന്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം വളരെ കുറവാണ്. സ്വാഭാവികമായിട്ടും ആറ്റത്തിന്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലിപ്പം വളരെ കുറവാണ് എന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി അടുത്തത്, ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആറ്റത്തിനകത്തുള്ള മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും എവിടെയാണ്? ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? പ്രദക്ഷിണം ചെയ്യുന്നു എന്നും ആര് പറഞ്ഞു? നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് പറഞ്ഞു. അപ്പോൾ ഈ മാതൃകയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സൗരയൂഥ മാതൃക. അപ്പൊ സൗരയൂഥ മാതൃക കൊണ്ടുവന്നു ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഒരു കാരണവശാലും മറന്നുപോലെ കേട്ടോ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒരു തവണ കൂടി എന്ത് ചെയ്യുക? കേട്ട് വെച്ചിരിക്കുക. എന്തായാലും ചോദ്യം വീഴും. ഓക്കെ, പരിമിതിയും കൂടെ ഒന്ന് പറഞ്ഞേക്കാം അല്ലെ. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതിയും കൂടി അങ്ങ് പറഞ്ഞേക്കാം. വൈദ്യുത കാന്തിക സിദ്ധാന്തം പ്രകാരം ചലിക്കുന്ന ഇലക്ട്രോൺ കണങ്ങൾ തുടർച്ചയായി ഊർജം പുറത്തുവിടും. ചലിക്കുന്ന കണങ്ങൾ എന്ത് ചെയ്യും? തുടർച്ചയായിട്ട് എന്ത് ചെയ്യും? ഊർജം പുറത്തുവിടും. അതിനാൽ റൂദർഫോർഡിന്റെ മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വെക്കുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായി ഊർജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തായാലും എന്ത് നഷ്ടപ്പെടും? ഊർജം എന്ത് ചെയ്യും? അത് പുറത്തേക്ക് വിടുമെന്ന് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും ന്യൂക്ലിയസിന് ചുറ്റും അതിങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തുടർച്ചയായിട്ട് ഊർജം നഷ്ടപ്പെടുത്തിയ ശേഷം അത് ന്യൂക്ലിയസിൽ വന്ന് പതിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. ഇപ്രകാരം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റൂദർഫോർഡിന് എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. അതിനാൽ നമ്മുടെ ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാൻ റൂദർഫോർഡിന് സാധിച്ചില്ല. അതായിരുന്നു റൂദർഫോർഡിന്റെ ആറ്റം മാതൃക, സൗരയൂഥ മാതൃകയുടെ പരിമിതിയായിട്ട് ലോകം വിലയിരുത്തിയത്. അപ്പൊ ഈ പോയിന്റും കൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഡെഫിനറ്റ്ലി എന്ത് ശരിക്കും ചോദ്യം ചോദിച്ചിരിക്കും. പുതിയ പുസ്തകമാണ്. ഒരു കാരണവശാലും എന്താണ് നിരാശ വിചാരിക്കല്. ഇവിടെ പഠിച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നതിൽ അർദ്ധലോഹങ്ങൾ അല്ലെങ്കിൽ ഉപലോഹം അല്ലാത്തവ ഏതാണ്? ശ്രദ്ധിക്കണം, ഉപലോഹം വരെ വായിക്കരുത്, ബാക്കിയുടെ വായിക്കണം. അല്ലാത്തവ ഏതാണ്? നമ്മുടെ ഒരു ചിന്ത അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അർദ്ധലോഹങ്ങൾ കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ ഉപലോഹങ്ങൾ എന്നൂടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു വായിക്കുന്നതിൽ താഴെ തന്നിരിക്കുന്നതിൽ അർദ്ധലോഹങ്ങൾ അല്ലെങ്കിൽ ഉപലോഹങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷനിൽ ആദ്യം ദേ കിടക്കുന്ന സിലിക്കൺ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്ത് ചെയ്യും? കറപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ബാക്കിയുടെ വായിക്കണം. അല്ലാത്തവയാണ് ചോദിച്ചത്. അല്ലാത്തവ. തീർച്ചയായിട്ടും നമുക്കറിയാം സിലിക്കൺ എന്ന് പറയപ്പെടുന്നത് എന്താണ്? ഒരു ഉപലോഹമാണ്. ഉപലോഹമാണ്. ടെലൂറിയം ഒരു ഉപലോഹമാണ്. ജർമേനിയം ഒരു ഉപലോഹമാണ്. മാഗ്നീഷ്യം എന്താണ്? ഒരു ലോഹം മാത്രമാണ്. ഓക്കെ, മഗ്നീഷ്യം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം എന്താണ്? ലോഹം മാത്രമാണ്, ഉപലോഹമല്ല. അപ്പൊ എന്താ ഉപലോഹം? ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവമുള്ളവയാണ് നമ്മൾ ഉപലോഹം എന്ന് വിളിക്കുന്നത്. അപ്പൊ മഗ്നീഷ്യം പൂർണ്ണമായും ലോഹമാണ്. ബാക്കി എല്ലാവരും എന്താണ്? അർദ്ധലോഹങ്ങളാണ് അല്ലെങ്കിൽ ഉപലോഹങ്ങളാണ് എന്നുള്ള കാര്യം പഠിക്കാം. ഓക്കെ, നമുക്ക് ഉപലോഹങ്ങളെ അങ്ങ് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് ഉപലോഹങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഉപലോഹങ്ങളുടെ ഇംഗ്ലീഷ് മെറ്റലോയിഡ്സ് എന്ന് പറയും. എന്ത് പറയും? മെറ്റലോയിഡ്സ്. പ്രധാനമായും പീരിയോഡിക് ടേബിളിൽ 7 മെറ്റലോയിഡ്സ് ആണ് ഉള്ളത്. എത്ര പേരുണ്ട്? 7 മെറ്റലോയിഡ്സ്. ഓരോരുത്തരെയും പരിചയപ്പെടാം. ആദ്യം 13ാമത്തെ ഗ്രൂപ്പ്. ഈ കാണുന്നതാണ് ഇത് 13ാമത്തെ ഗ്രൂപ്പ്. 13ാമത്തെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ബോറോൺ എന്താണ്? ഒരു ഉപലോഹമാണ്. 13ാമത്തെ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ബോറോൺ എന്താണ്? ഉപലോഹമാണ്. ഇനി 14ാമത്തെ ഗ്രൂപ്പിലേക്ക് വന്നാൽ സിലിക്കണും ജർമേനിയവും. കണ്ടോ, ഓപ്ഷനിൽ കിടന്ന സിലിക്കണും ജർമേനിയവും പീരിയോഡിക് ടേബിളിലെ 14ാമത്തെ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ഉപലോഹങ്ങളാണ്.
ഇനി 15ാമത്തെ ഗ്രൂപ്പിലേക്ക് വന്നാൽ ആഴ്സനിക്കും ആന്റിമണിയും. കണ്ടോ, ആഴ്സനിക്കും ആന്റിമണിയും എന്താണ്, പീരിയോഡിക് ടേബിളിലെ മറ്റു 2 ഉപലോഹങ്ങളാണ് 15ാമത്തെ ഗ്രൂപ്പിൽ കാണപ്പെടുന്നു. ഇനി 16ാമത്തെ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട്? ടെലൂറിയം, പൊളോണിയം. ടെലൂറിയം ഓപ്ഷനിൽ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ടെലൂറിയം, പൊളോണിയം ഇത്രയും പേരും, ഈ 7 പേരെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആരായിട്ട് കണക്കാക്കുന്നത്? ഉപലോഹങ്ങളായിട്ട് കണക്കാക്കുന്നത്. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം കാണിക്കുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ ആരൊക്കെയാണ്? ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആന്റിമണി, ആഴ്സനിക്, ടെലൂറിയം, പൊളോണിയം. 7 പേരെ അങ്ങ് ബൈഹാർട്ട് ചെയ്തേക്കണേ. ഒന്നുകൂടെ പറഞ്ഞേക്കാം. ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി, ടെലൂറിയം, പൊളോണിയം. PSC ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഉപലോഹങ്ങളെ കാണപ്പെടാത്ത ഗ്രൂപ്പ് ഏത്? ഓപ്ഷനിൽ ഹാലജൻ ഫാമിലി. 17ാമത്തെ ഗ്രൂപ്പിന്റെ പേര് ഹാലജനുകൾ എന്നാണ്. ഹാലജനുകളുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, അതായിരുന്നു ആൻസർ. ഓർത്ത് വെച്ചുക, 17ാമത്തെ ഗ്രൂപ്പിൽ ആരില്ല? നമ്മുടെ ഉപലോഹങ്ങൾ കാണപ്പെടുന്നില്ല. 18ാമത്തെ ഗ്രൂപ്പിലും ആരില്ല? ഉപലോഹങ്ങൾ കാണപ്പെടുന്നില്ല. ഉപലോഹങ്ങളുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം വ്യക്തമായി പഠിക്കണം. 13ലും 14ലും 15ലും 16ലും ഉണ്ട്. 13 ബോറോൺ ഫാമിലിയാണ്, 14 കാർബൺ ഫാമിലിയാണ്, 15 നൈട്രജൻ ഫാമിലിയാണ്, 16 ഓക്സിജൻ ഫാമിലിയാണ്. ഇവയിലെല്ലാം ആരുടെ സാന്നിധ്യമുണ്ട്? ഉപലോഹങ്ങളുടെ സാന്നിധ്യമുണ്ട്. ഓരോ ഗ്രൂപ്പിലെ ഉപലോഹങ്ങളെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ക്ലിയർ അല്ലേ? നമുക്ക് തിരിച്ചു വരാം. ഒരു ചോദ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ചോദ്യം എന്തായിരുന്നു? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കാണും ആൻസർ അല്ലെ? 9th അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസ്മ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് വന്നേക്കുന്നത്? ക്ലാർക്ക് ഗുവോൺ പ്ലാസ്മ വന്നിട്ടുണ്ട്. കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് വന്നിട്ടുണ്ട്. ജാൻ ടെല്ലർ മെറ്റൽ വന്നിട്ടുണ്ട്. ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. 9ാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഓക്കെ, പദാർത്ഥത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. ഓക്കെ, ആൻസർ കിട്ടി കാണും. ജാൻ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നതാണ് ഏത്? നമ്മുടെ പദാർത്ഥത്തിന്റെ 9ാമത്തെ അവസ്ഥ. അപ്പൊ അവസ്ഥകളെല്ലാം ഒന്ന് പഠിച്ചാലോ? പഠിക്കാം. തേണ്ടേ, നമ്മൾ ഏകദേശം ഒരു 13ഓളം അവസ്ഥകൾ, ഇതിലും അധികം അവസ്ഥകളുണ്ട്. ഒരു 13ഓളം അവസ്ഥകൾ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞു നോക്കാം. ഓക്കെ, 1ാമത്തെ അവസ്ഥയാണ് ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റ്. എല്ലാവർക്കും അറിയാം 1ാമത്തെ അവസ്ഥ ഏതാണ്? ഖരാവസ്ഥയാണത്, സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇനി അടുത്ത 2ാമത്തെ ആണ് ദ്രാവക അവസ്ഥ, അതായത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അടുത്തത് വാതക അവസ്ഥയാണ്, ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. 4ാമത്തെ പ്ലാസ്മ അവസ്ഥ. 4 ക്രമത്തിന് കിട്ടിയില്ലേ? ഏതൊക്കെയാണ്? ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അതിനുശേഷമുള്ളതാണ് ഏത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ക്രമമായിട്ട് പഠിച്ചോണേ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് 5ാമത്തെ അവസ്ഥ എന്ന് ചോദിച്ചാൽ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, 6ാമത്തെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. പേര് പഠിച്ചോണേ. 6ാമത്തെ അവസ്ഥ ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ അവസ്ഥയാണ് നമ്മൾ ഓപ്ഷനിൽ കണ്ട ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. 7ാമത്തെ അവസ്ഥ ഏതാണ്? ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ എന്ന് പറയും. ഇനി അടുത്തത് 8ാമത്തെ ആണ് റൈഡ്ബെർഗ് കണ്ടൻസേറ്റ് അല്ലെങ്കിൽ റൈഡ്ബെർഗ് എന്താണ് അവസ്ഥ എന്ന് പറയപ്പെടുന്നത്. ഓർത്ത് വെച്ചുകാർ. 8ാമത്തെ ആണ് റൈഡ്ബെർഗ് കണ്ടൻസേറ്റ്. 9ാമത്തെ ആണ് ഇതാണ്ട് നമ്മളോട് ചോദിച്ച ജാൻ ടെല്ലർ മെറ്റൽ. കണ്ടോ, 9ാമത്തെ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഇനി അടുത്ത എന്താണ്? 10ാമത്തെ അവസ്ഥ ക്വാണ്ടം സ്പിൻ ലിക്വിഡ് എന്ന് പറയപ്പെടുന്നതാണ് 10ാമത്തെ അവസ്ഥ. ക്വാണ്ടം സ്പിൻ ലിക്വിഡ് എന്ന് പറയപ്പെടുന്നതാണ് 10ാമത്തെ അവസ്ഥ. പിന്നെ നമുക്ക് ഓപ്ഷനിൽ കണ്ട ഓപ്ഷൻ നമ്മൾ ഇത് കണ്ടില്ലേ? കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്. അതെ, 11ാമത്തെ അവസ്ഥയാണ് ഇത് കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇനി 11ാമത്തെ കഴിഞ്ഞ് 12ാമത്തെ അവസ്ഥയിലേക്ക് വരികയാണ്. ഇതാണ് 12ാമത്തെ അവസ്ഥയാണ് ഇത് ടൈം ക്രിസ്റ്റൽ എന്ന് പറയപ്പെടുന്ന അവസ്ഥ കേട്ടോ. 12ാമത്തെ അവസ്ഥ ഏതാണ്? ടൈം ക്രിസ്റ്റൽ ആണ്. 13ാമത്തെ അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ റൈഡ്ബെർഗ് പോളറൻസ് ആണ്. റൈഡ്ബെർഗ് പോളറൻസ് കുറെ തവണ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും കേട്ടോ. റൈഡ്ബെർഗ് പോളറൻസ് ആണ്. അടുത്തത് 14ാമത്തെ അവസ്ഥ എന്താണ്? എക്സൈറ്റോണിയം എന്ന് പറയപ്പെടുന്നതാണ്. എക്സൈറ്റോണിയം. ഇനിയും ഉണ്ട് അവസ്ഥകൾ. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു 14 പറഞ്ഞിട്ടുണ്ട്. എക്സൈറ്റോണിയം വരെ പറഞ്ഞിട്ടുണ്ട്. ഓർത്ത് വെച്ചേക്കുക. ഒന്നുകൂടെ പറയാം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. എല്ലാവർക്കും ബൈഹാർട്ട് ആണ് 4. അടുത്ത ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ, റൈഡ്ബെർഗ്. 4 ഒന്ന് ഉറപ്പിച്ചേ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവോൺ പ്ലാസ്മ, റൈഡ്ബെർഗ്. ഇനി അടുത്തവരെ ഓർക്കുക. ജാൻ ടെല്ലർ 9ാമത്തെ ആണ്. ജാൻ ടെല്ലർ മെറ്റൽ, ക്വാണ്ടം സ്പിൻ ലിക്വിഡ്, കളർ ഗ്ലാസ് കണ്ടൻസേറ്റ്, അതിനുശേഷം ടൈം ക്രിസ്റ്റൽ. 12 പേരായി. ഇനി 13ഉം 14ഉമായിട്ട് റൈഡ്ബെർഗ് പോളറൻസും എക്സൈറ്റോണിയം. റൈഡ്ബെർഗ് പോളറൻസും എക്സൈറ്റോണിയം. ഇത്രയും പേരെയും എന്ത് ചെയ്തിരിക്കുക?
നല്ല രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. 14 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 14 എണ്ണമാണ് പറഞ്ഞേക്കുന്നത്. പഠിക്കാൻ പറ്റുന്ന അത്രയും. എന്തായാലും 9ാമത്തെ മറക്കല്ല് ജാൻറ്റല്ല, മെറ്റലാണ്. പിന്നെ ഓപ്ഷനിൽ കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് ഉള്ളതുകൊണ്ട് 11ാമത്തെയും എന്ത് ചെയ്യില്ല, മറന്നു പോകരുത്. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ ഓർത്ത് വെച്ചിരിക്കാം. പദാർത്ഥത്തിന്റെ, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകളാണ്. ഓക്കെ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഡ്രൈ ഐസ് എളുപ്പമാണ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വരാം, ഓപ്ഷൻ വായിക്കാം. സോളിഡ് ഓക്സിജൻ, ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് കാർബൺ ഓക്സൈഡ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഡ്രൈ ഐസ് ഡ്രൈ ആണ് അല്ലെ. ഡ്രൈ ഐസ് എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലല്ല. ഡ്രൈ ഐസ് എന്ന് പറയപ്പെടുന്ന ഏത് അവസ്ഥയിലല്ല, ലിക്വിഡ് സ്റ്റേറ്റിലല്ല. അപ്പൊ തീർച്ചയായിട്ടും ലിക്വിഡ് കിടക്കുന്ന രണ്ടുപേരെയും കളയാം. ലിക്വിഡ് ആയിട്ട് കിടക്കുന്ന രണ്ടുപേരെയും കളഞ്ഞു. ഇനി സോളിഡ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്, ഡ്രൈ ഐസ്. ഡ്രൈ ഐസിനെ നമ്മൾ ഖര കാർബൺ ഡൈ ഓക്സൈഡ് എന്നറിയപ്പെടുന്നു. ഖര കാർബൺ ഡൈ ഓക്സൈഡ്. ഡ്രൈ ഐസ് വേറൊരു പേരുണ്ട്, കാർഡ് ഐസ് എന്നറിയപ്പെടുന്നു. കാർഡ് ഐസ് എന്നറിയപ്പെടുന്നു. ഡ്രൈ ഐസിന് വേറൊരു പേരെന്താണ്, കാർഡ് ഐസ് എന്നറിയപ്പെടുന്നു. ഇത് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റേജ് ഷോ ഒക്കെ വരത്തില്ലേ, ഈ സ്റ്റേജ് ഷോ ഒക്കെ വരുമ്പോൾ അവിടെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സ്മോക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്മോക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്മോക്ക് അടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഡ്രൈ ഐസ് ഇട്ടാൽ മതി. ഓക്കെ, ഡ്രൈ ഐസ് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പുകഞ്ഞ് അവിടെ നിന്നോളൂ. പുറത്ത് വെച്ചേക്കുക. ഖര കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഡാൻസ് പ്രോഗ്രാമുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഖര കാർബൺ ഡൈ ഓക്സൈഡ്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ അറിയപ്പെടുന്ന പേരെന്താണ്, ഡ്രൈ ഐസ് എന്നാണ്. പേര് കിട്ടിയ ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, പിന്നെ അതുപോലെ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള കുറച്ചധികം മിക്സേഴ്സ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിലും ആരെ യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രൈ ഐസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത്, ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായി ചേർക്കുന്ന കെമിക്കൽ ഏതാണ്? അറിയാം നിങ്ങൾക്ക്, ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് അല്ലെ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG എന്ന് പറയപ്പെടുന്നു. പാചകവാതക സിലിണ്ടർ ആണ്. അതിൽ നമുക്കറിയാം നിറച്ചിരിക്കുന്ന ആരൊക്കെയാണ്, ബ്യൂട്ടൈനെയും പ്രൊപ്പൈനെയും ആണ്. ആരൊക്കെയാണ്, ബ്യൂട്ടൈനെയും ഉണ്ട്, പിന്നെ ആരെയും ഉണ്ട്, പ്രൊപ്പൈനും ഉണ്ട്. ബ്യൂട്ടൈനും പ്രൊപ്പൈനുമാണ് പ്രധാനമായിട്ടും LPGയിൽ കാണപ്പെടുന്നത്. നമുക്കറിയാം ഈ ബ്യൂട്ടൈനും പ്രൊപ്പൈനും സ്മെല്ലില്ല എന്ന്. അപ്പൊ തീർച്ചയായിട്ടും പക്ഷെ ലീക്ക് ആയി കഴിഞ്ഞാൽ അറിയണം. അതിനുവേണ്ടി വേറൊരു കെമിക്കൽ അതിൽ ചേർക്കും. ആ ചേർത്തിരിക്കുന്ന കെമിക്കലിന്റെ പേരാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. ആരാണ്, ഈഥൈൽ മെർക്യാപ്റ്റൻ. ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയപ്പെടുന്നതിന്റെ സ്മെല്ലാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്യൂട്ടൈനും പ്രൊപ്പൈനും എന്ന് പറയപ്പെടുന്നതാണ് LPG സിലിണ്ടറിൽ നിറച്ചിരിക്കുന്നത്. അതൊക്കെ സ്മെല്ലില്ല, പക്ഷെ ലീക്ക് ആയാൽ നമുക്ക് അറിയണം. ലീക്കാൽ അറിയാൻ വേണ്ടി ആരെ ചേർത്തു, ഈഥൈൽ മെർക്യാപ്റ്റനെ. ഗന്ധം ലഭിക്കുന്നതിനായി ചേർത്തിരിക്കുന്ന കെമിക്കൽ ഏതാണെന്ന് ചോദിച്ചാൽ ഈഥൈൽ മെർക്യാപ്റ്റൻ. ആരാണ്, ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഓക്കെ, ഇനി ഓപ്ഷനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളാണ് ഈ കിടക്കുന്ന മീഥൈൽ ഐസോസയനേറ്റ്. എന്തുമായി ബന്ധപ്പെട്ട, യെസ്, ഭോപ്പാൽ ഡിസാസ്റ്റർ, ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചോളാം. ഭോപ്പാൽ ദുരന്തത്തിലുണ്ടായിരുന്ന വാതകമാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകമാണ് മീഥൈൽ ഐസോസയനേറ്റ്. ഓക്കെ, മറക്കല്ല. പിന്നെ സോഡിയം ബൈകാർബണേറ്റ്, സിമ്പൽ എന്താണ്, NaHCO3. വേറൊരു പേരെന്താണ്, ബേക്കിംഗ് സോഡ. എന്ത് വിളിക്കും, ബേക്കിംഗ് സോഡ. അപ്പൊ ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്ന ആരെയാണ്, നമ്മുടെ സോഡിയം ബൈകാർബണേറ്റ് ആണ്. വേറൊരു പേരുണ്ടല്ലോ, അപ്പക്കാരം. ഓർത്ത് വെച്ചിരിക്കണം, അപ്പക്കാരം എന്ന് വിളിക്കുന്ന, ബേക്കിംഗ് സോഡ എന്ന് വിളിക്കുന്ന സോഡിയം ബൈകാർബണേറ്റ്. ഓർത്ത് വെച്ചിരിക്കണം, സോഡിയം ബൈകാർബണേറ്റ്, NaHCO3. ക്ലിയർ ആയില്ലേ? അടുത്ത ദിവസത്തിലേക്ക് വരാം. അടുത്തത് എളുപ്പമുള്ള ഒരെണ്ണമാണ്. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം ഏതാണ്? കണ്ടോ, ഇഷ്ടം പോലെ തവണ ഈ ഒരു വർഷം നമ്മളോട് വാതക നിയമങ്ങൾ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. യെസ്, അപ്പൊ നോക്കാം ബോയിൽസ് നിയമം ഉണ്ട്, ചാൾസ് നിയമം ഉണ്ട്, പാസ്കൽസ് നിയമം ഉണ്ട്. ഇവയൊന്നുമല്ല. തീർച്ചയായിട്ടും ഇതൊരു വാതക നിയമം ആയതുകൊണ്ട് ഇവയൊന്നുമല്ല എന്ന ഓപ്ഷൻ ആദ്യമേ തെറ്റാണെന്ന് പറയാം. ഇനി ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു ഊഷ്മാവ് സ്ഥിരമായിട്ടിരിക്കുക, താപനില സ്ഥിരമായിട്ടിരിക്കുക, ടെമ്പറേച്ചർ സ്ഥിരമായിട്ടിരിക്കുക. എവിടെയാണ്? തീർച്ചയായിട്ടും ബോയിൽസ് ലോയിലാണ് സ്ഥിരം അല്ലെ. തീർച്ചയായിട്ടും അതെ. പിന്നെന്താണ്, വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്നത്. വിയും ടിയും വരുന്ന ഏത് ലോയിലാണ്? ബോയിൽസ് ലോയിലാണ്. ഡയറക്റ്റ് ആൻസർ.
ഒക്കെയാണ്, മറന്നു പോവല്ലോ. അപ്പോൾ ബോയിൽസ് ലോ എന്ന് പറയപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, മറക്കല്ലേ, എളുപ്പം കിട്ടും. ഊഷ്മാവ് സ്ഥിരമെന്ന് കാണുമ്പോഴേ അല്ലെങ്കിൽ താപനില സ്ഥിരമെന്ന് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം അത് ഏതാണ്, ബോയിൽസ് ലോ ആണ്. പിന്നെ വിപരീത അനുപാതവും വെച്ചും കണ്ടുപിടിക്കാം. വിപരീത അനുപാതം നമ്മുടെ വാതക നിയമങ്ങളിൽ വിപരീത അനുപാതം ഇവിടെ മാത്രമേ ഉള്ളൂ, ബോയിൽസ് ലോയിൽ മാത്രമേ ഉള്ളൂ. എന്താ വിപരീത അനുപാതം എന്ന് വെച്ചാൽ വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഓക്കെ, നമ്മളിവിടെ കേട്ടു, യെസ്, അക്വേറിയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, വലുതായി വരുന്നു. അതിന് കാരണമായ നിയമം ഏതാണ്, ബോയിൽസ് നിയമം. അവിടെ ഈ ലോ അല്ലേ പ്രവർത്തിച്ചത്, ഈ ഒരു കാര്യമല്ലേ പ്രവർത്തിച്ചത്, വ്യാപ്തം കൂടുമ്പോൾ മർദ്ദം എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് നമ്മൾ പഠിച്ചില്ലേ. യെസ്, അതെ, അതാണ് ബോയിൽസ് നിയമം. ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ അത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്തതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. കണ്ടോ, 4 പുതിയ മൂലകങ്ങൾ. പുതിയ മൂലകങ്ങൾ എന്ന ചോദ്യം നിരവധി ഉണ്ട്, ശ്രദ്ധിക്കണേ. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡിൽ, കണ്ടോ ഏത് പീരീഡ് ആണെന്ന് വ്യക്തമായി പറയുന്നുണ്ട്, പുതിയ മൂലകങ്ങൾ വന്ന പീരീഡ് ചോദിക്കാം. 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ പുതുതായി ചേർത്ത മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം തിരഞ്ഞെടുക്കുക. എന്നിട്ടുള്ളവയിൽ ഇതിനകത്ത് ഏതാണ് ഉൾപ്പെടാത്തതെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ആധുനിക ആവർത്തന പട്ടികയിൽ പ്രധാനമായും വന്ന മൂലകങ്ങളിലൊന്ന് ഓർഗനസൺ എന്ന് പറയപ്പെടുന്ന 118ാമത്തെ മൂലകം വന്നിട്ടുണ്ട്. ഓർഗനസൺ 118ാമത്തെ മൂലകമാണ്. ദെൻ നമുക്കറിയാം മോസ്കോവിയം 117ാമത്തെ മൂലകമാണ്. മോസ്കോ അല്ല, ടെന്നിസിൻ എന്ന് പറയപ്പെടുന്ന മൂലകം എത്രയാണ്, 117ാമത്തെ മൂലകമാണ്. നമുക്കറിയാം 115ാമതായിട്ട് ആര് വന്നു, മോസ്കോവിയം വന്നു. 115ാമായിട്ട് മോസ്കോവിയം വന്നു. പിന്നെ 113ആയിട്ട് നിഹോണിയം വന്നു. ഇത് 4 പേരുമാണ് പ്രധാനമായിട്ടും, നിഹോണിയമാണ് പ്രധാനമായിട്ടും നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്ക് എത്തപ്പെട്ട പ്രധാനപ്പെട്ട മൂലകങ്ങൾ കേട്ടോ, ഓർത്ത് വെച്ചോളാം, നിഹോണിയം. അപ്പോൾ ഒന്നുകൂടെ പറയാം മൂലകങ്ങളുടെ പേര്, ശ്രദ്ധിച്ചു വെച്ചോ. 118ാമത് ഓർഗനസൺ, ഓക്കെ, 117 ടെന്നിസിൻ, 115 മോസ്കോവിയം, 113 നിഹോണിയം. അപ്പോൾ വരാത്ത മൂലകം ഏതാണ്, ലിവർമോറിയം എന്ന് പറയപ്പെടുന്ന മൂലകമാണ്. ലിവർമോറിയം എന്ന് പറയപ്പെടുന്ന മൂലകമാണ് പീരിയോഡിക് ടേബിളിലേക്ക് പുതുതായിട്ട് വരാത്ത മൂലകം, ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇതാണ് പീരിയോഡിക് ടേബിളിലെ പുതിയ മൂലകങ്ങളെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. 2016 4 മൂലകങ്ങൾ കൂടി പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. ഈ മൂലകങ്ങളെ 7ാമത്തെ പീരീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് മൂലകങ്ങളുടെ പേര്. 113ാമത്തെ മൂലകം NH എന്ന പ്രതീകമുള്ള നിഹോണിയം, കണ്ടോ. അടുത്ത 115ാമത്തെ മൂലകം MC എന്ന പ്രതീകമുള്ള മോസ്കോവിയം. 117ാമത്തെ മൂലകം TS എന്ന പ്രതീകമുള്ള ടെന്നിസിൻ. ഓക്കെ, അടുത്തത് 118ാമത്തെ മൂലകം OG എന്ന സിംബലുള്ള ഓർഗനസൺ. എന്താണ്, ഓർഗനസൺ. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം, ഓരോ മൂലകത്തെ കുറിച്ചും വായിക്കാം. നിഹോൺ എന്ന ജാപ്പനീസ് ഭാഷയിലുള്ള വാക്കിൽ നിന്നാണ് നിഹോണിയത്തിന് പേര് ലഭിച്ചത്. നിഹോണിയത്തിന് പേര് ലഭിച്ച ഏത് വാക്കിൽ നിന്നാ, നിഹോൺ എന്ന ജാപ്പനീസ് വാക്കിൽ നിന്ന്. ജപ്പാൻ എന്നതിന് ജാപ്പനീസ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് നിഹോൺ. അപ്പോൾ ഇന്ത്യക്ക് ഭാരതം എന്നൊരു പേരില്ലേ, അതുപോലെ ജപ്പാന് വേറൊരു പേരുണ്ട്, നിഹോൺ. ജപ്പാന്റെ വേറൊരു പേരുണ്ട് നിഹോൺ. ആ വാക്കിൽ നിന്നാണ് ഈ മൂലകത്തിന് പേര് ലഭിച്ചത്. ഉദയസൂര്യന്റെ നാട് എന്നും അർത്ഥമുണ്ട്. ഉദയസൂര്യന്റെ നാട് എന്ന അർത്ഥമുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, നിഹോണിയം ഏഷ്യയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ആദ്യ മൂലകമാണ് നിഹോണിയം. ഏഷ്യയിലെ ഒരു രാജ്യത്ത് നിന്ന്, ഏതാ, ഏഷ്യയിലെ ജപ്പാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്ത് നിന്ന് കണ്ടുപിടിച്ച മൂലകം കൂടിയാണ് നിഹോണിയം. ഏഷ്യക്കാർ കണ്ടെത്തിയ ആദ്യ മൂലകമാണ് നിഹോണിയം. ഇനി അടുത്ത മൂലകം മോസ്കോവിയം. മോസ്കോവിയം എന്ന മൂലകം കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പ്രധാനമായും നടത്തിയിരുന്നത് മോസ്കോയിലുള്ള ലാബുകളിലായിരുന്നു. റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയുടെ അടുത്തുള്ള ലാബുകളിലായിരുന്നു അതിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്ത് കൊടുത്തത്, മോസ്കോവിയം. ഓക്കെ, അപ്പോൾ ഒരു തലസ്ഥാന നഗരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ചോദിച്ചാൽ മോസ്കോവിയം. ഏറ്റവും പുതിയ മൂലകങ്ങളിൽ തലസ്ഥാന നഗരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ചോദിച്ചാൽ മോസ്കോവിയമാണ്. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്, നിഹോണിയമാണ്. ജപ്പാൻ എന്നാണ് നിഹോൺ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ടെന്നസി പ്രദേശത്തെ, കണ്ടോ, ടെന്നസി പ്രദേശത്തെ ലാബുകളിലെ പരീക്ഷണങ്ങളിലാണ് ടെന്നിസിൻ എന്ന മൂലകത്തിനെ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ആ മൂലകത്തിന് ആ പേര് വന്നത്. അപ്പൊ അമേരിക്കയിലെ ടെന്നസി, കണ്ടോ, ടെന്നസി എന്ന പ്രദേശത്താണ്
പ്രദേശത്താണ് ടെന്നീസിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടന്നത്. അപ്പോൾ ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു, അമേരിക്കയിലെ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകമാണിത്, ടെന്നിസിൻ. ഓക്കെ, ഇനി അടുത്തത് ഓർഗനസൺ. ഓർഗനസൺ എന്ന മൂലകത്തിന് പേര് ലഭിച്ചത് പ്രൊഫസർ യൂറി ഓർഗനേഷ്യൻ. കണ്ടോ, യൂറി ഓർഗനേഷ്യൻ എന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞന്റെ ബഹുമാനാർത്ഥമാണ്. അപ്പൊ ഇത് കണ്ടെത്തിയത്, ഓർഗനസനെ കണ്ടെത്തിയാലെന്ന് ചോദിച്ചാൽ യൂറി ഓർഗനസൺ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുള്ള ബഹുമാനാർത്ഥ മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അധികം മൂലകങ്ങൾ വന്നിട്ടില്ല, 2 മൂലകങ്ങളെ ഉള്ളൂ. അപ്പൊ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് യൂറി ഓർഗനേഷ്യൻ എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ പേരിൽ ആരൂടെ വന്നു, ഓർഗനസൺ. ഇത് രണ്ടാമത്തെ സംഭവമാണ്, രണ്ടാമത്തെ ഉദാഹരണമാണ്. ആദ്യമായി ഇപ്രകാരം പേര് നൽകിയത് അറ്റോമിക നമ്പർ 106, കണ്ടോ, 106 സീബോർഗിയം എന്ന മൂലകത്തിനായിരുന്നു. ഗ്ലൈൻ സീബോർഗ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനുള്ള ബഹുമാന സൂചകമാണ് പേര് നൽകിയത്. അപ്പൊ ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാരുടെ പേരില് മൂലകങ്ങൾക്ക് പേര് നൽകിയിരുന്നു. എത്രണ്ണം ഉണ്ട്? അങ്ങനെ 2 മൂലകങ്ങളുണ്ട്. ഒന്നാമത്തെ സീബോർഗിയം, 106ാമത്തെ മൂലകം സീബോർഗിയത്തിന് പേര് നൽകുമ്പോൾ അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സീബോർഗ് ജീവിച്ചിരുന്നു. ഓക്കെ, രണ്ടാമത്തെ മൂലകം ഏതാണ്? ഓർഗനസൺ എന്ന് പറയപ്പെടുന്ന മൂലകം പീരിയോഡിക് ടേബിളിലെ 118ാമത്തെ മൂലകമാണ്. ആ മൂലകത്തിന് പേര് നൽകുമ്പോൾ ആര് ജീവിച്ചിരിപ്പുണ്ട്? യൂറി ഓർഗനസൺ ജീവിച്ചിരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 2 മൂലകങ്ങൾ. ഇതൊന്ന് നോക്കിയിട്ട് പോകണം, ഈ ഭാഗത്ത് നിന്ന് ചോദ്യമുണ്ട്, ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. 2025 വന്ന മറ്റൊരു ചോദ്യമാണ്. കണ്ടോ, 2025 വന്ന മറ്റൊരു ചോദ്യമാണ് ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. റേഡിയം, ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ, ഇത്രയും പേരുണ്ട് ഓപ്ഷനിൽ. ഓക്സിജൻ എല്ലാവരും എങ്ങനെയാ നോക്കാം. ഹൈഡ്രജനിൽ നിന്ന് തുടങ്ങാം. ഹൈഡ്രജൻ എങ്ങനെയാ സിമ്പിൾ എഴുതുന്നത്? H2. എന്താ H2 എന്ന് എഴുതുന്നത്? ഒരു ദ്വയാറ്റോമിക തന്മാത്രയാണ് ഹൈഡ്രജൻ. 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നാലേ ഹൈഡ്രജൻ എന്താകത്തുള്ളൂ, സ്ഥിരത കൈവരിക്കത്തുള്ളൂ. അവിടെ ഒരു ഡയറ്റോമിക് എലമെന്റ് അല്ലെങ്കിൽ ദ്വയാറ്റോമിക മൂലകമാണ്. ക്ലോറിൻ Cl2 എന്താണ്? അതും ഒരു ദ്വയാറ്റോമിക മൂലകമാണ്, അതായത് ഡയറ്റോമിക് എലമെന്റ് ആണ്. 2 ക്ലോറിൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താലേ ക്ലോറിന് സ്ഥിരത ലഭിക്കുള്ളൂ. ഓക്സിജൻ O2 എന്നാണ് പേര്. കണ്ടോ, 2 ഇട്ട് എഴുതിയിരിക്കുന്നത് ഓക്സിജൻ. തീർച്ചയായിട്ടും ഓക്സിജൻ ഒരു ദ്വയാറ്റോമിക മൂലകമാണ്. 2 ഓക്സിജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താലേ ഓക്സിജന് സ്ഥിരത ലഭിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും റേഡിയം Ra തീർച്ചയായിട്ടും എന്താണ്? അതൊരു ഏകാറ്റോമിക മൂലകമാണ്, മോണോ അറ്റോമിക് ആണ്, ഏകാറ്റോമികമാണ്. ഓർത്ത് വെച്ചിട്ടും കേട്ടോ, ഏകാറ്റോമികം അതായത് എന്താണ്? മോണോ അറ്റോമിക് ആയിട്ടുള്ള മൂലകമാണ്, ഒരു ലോഹമാണ്. അങ്ങനെ ചിന്തിക്കാം. തന്നിരിക്കുന്നതിൽ ഓക്സിജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ എന്നിവയിൽ റേഡിയം എന്താണ്? ഒരു ലോഹമാണെന്ന് ചിന്തിച്ചാൽ ഇതിന് ഒറ്റയാനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. റേഡിയം ഒരു ലോഹമാണ് അല്ലെങ്കിൽ ഏകാറ്റോമികമാണ്. ലോഹങ്ങളെല്ലാം ഏകാറ്റോമികമാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രീതി, 2 രീതിയുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്നതിൽ ലോഹം ആരാണ്? റേഡിയം, ബാക്കിയെല്ലാം അലോഹമാണ്. മറ്റൊരു രീതി എന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിൽ ഏകാറ്റോമികം ആരാണ്? റേഡിയം, ബാക്കി ഇരിക്കുന്ന എല്ലാവരും എന്താണ്? ദ്വയാറ്റോമികം. 2 രീതിയിലും ചിന്തിച്ചു വെച്ചേക്കാം. എപ്പോൾ ചോദിച്ചാലും ആൻസർ എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? എളുപ്പത്തിൽ ഒറ്റയാനെ കണ്ടുപിടിച്ചു, ആൻസർ കണ്ടുപിടിച്ചു. റേഡിയം ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ച്വലി ഈ ചോദ്യത്തിനകത്ത് എന്തുണ്ട്? ഒരു തെറ്റുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തെറ്റും കൂടി കണ്ടുപിടിക്കണം, അതുകൂടെ വേണം. എങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. വായിക്കാം. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ എന്ന ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. ഇതാരൊക്കെയാണ്? ഈ 4 സ്റ്റേറ്റ്മെന്റുകളാണ്. ഇത് ആരുമായി ബന്ധപ്പെട്ടാണെന്നാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 3 സ്റ്റേറ്റ്മെന്റുകൾ ശരിയും 1 സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റുമാണ്. പക്ഷെ 3ഓളം സ്റ്റേറ്റ്മെന്റുകൾ ശരിയായിട്ടുള്ളത് ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയത് ഹെൻറി മോസ്ലിയാണ്. ഓക്കെ, ഹെൻറി മോസ്ലിയാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തത് 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും ഉള്ളത് ആർക്ക് തന്നെയാണ്? ഹെൻറി മോസ്ലിക്ക് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി, സമാന ഗുണമുള്ള മൂലകങ്ങളെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്തി. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ല, ഗ്രൂപ്പുകളിലായിട്ട് ഉൾപ്പെടുത്താൻ ആദ്യം ശ്രമിച്ച ആള് ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആണ്. അങ്ങനെ ചിന്തിച്ചാൽ ഈ ക്വസ്റ്റ്യനകത്ത് എന്തുണ്ട്? തെറ്റുണ്ടെന്ന് ആലോചിച്ചോളുക. അപ്പൊ തമ്മിൽ ഭേദം വെച്ച് നോക്കി കണ്ടുപിടിക്കാം. ഓക്കെ, മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. അതും ആര് തന്നെയാ? ഹെൻറി മോസ്ലി തന്നെയാണ്.
ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളും മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചതും സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതും ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഈ ഹെൻറി മോസ്ലി തന്നെയാണ് ഹൈഡ്രജൻ എന്ന ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയത്. ഓക്കെ, നൽകാതിരുന്നതാണ് ആര്? ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ ആരുമായിട്ട് ബന്ധപ്പെടുന്നു? ഹെൻറി മോസ്ലിയുമായി ബന്ധപ്പെടുന്നു. അതുകൊണ്ട് അത് ആൻസർ ആയിട്ട് പോകും. ഓക്കെ, പക്ഷെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹെൻറി മോസ്ലിയുമായിട്ട് ബന്ധമില്ല. ഹൈഡ്രജൻ എന്ന ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയിരുന്നില്ല. ആര്? നമ്മുടെ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് നൽകിയ വ്യക്തിയാണ് ആര്? ഹെൻറി മോസ്ലി. ഓക്കെ, അങ്ങനെയാണ് വരേണ്ടത് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ തന്നിരിക്കുന്നതിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ ഹെൻറി മോസ്ലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ആൻസർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 47ാമത്തെ ചോദ്യം. ഇനി അടുത്ത ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. താഴെ നൽകിയിട്ടുള്ളവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം. ഇപ്പൊ നിരവധി തവണ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കാരണവശാലും മറക്കില്ല. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഓസോൺ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രജൻ. നൈട്രജൻ ആണ് ആൻസർ. ബാക്കി എല്ലാവരും ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നു. ഓസോണും കാർബൺ ഡൈ ഓക്സൈഡും മീഥെയിനും എല്ലാം എന്തിന് കാരണമാകുന്നു? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നു. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന വാതകങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അതിൽ ആദ്യം തന്നെ ഏതാണെന്ന് പറയണേ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ആരാന്ന് ചോദിച്ചാൽ മീഥെയിൻ ഉണ്ട്, മീഥെയിൻ. ഓക്കെ, പിന്നെ നമ്മുടെ CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. പിന്നെ ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓക്കെ ആണേ? യെസ്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ N2O, നൈട്രസ് ഓക്സൈഡ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. പിന്നെ ഓസോൺ, O3 എന്ന് വിളിക്കുന്ന ഓസോൺ. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം ആര്? ജലബാഷ്പം അല്ലെന്നുണ്ടെങ്കിൽ നീരാവി. ഓക്കെ ആണല്ലോ? വാട്ടർ വേപ്പർ. ഓർത്ത് വെച്ചേക്കുക, വാട്ടർ വേപ്പർ. ഓക്കെ, വാട്ടർ വേപ്പർ. നീരാവി അല്ലെങ്കിൽ വാട്ടർ വേപ്പർ എന്തിന് കാരണമാകുന്നു? O3 എന്ന് വിളിക്കുന്ന ഓസോണും ഉണ്ട്, വാട്ടർ വേപ്പർ എന്ന് വിളിക്കുന്ന നമ്മുടെ നീരാവിയും ഇതിന് കാരണമാകുന്നു. ആഗോള താപനത്തിനും ഹരിതഗൃഹ പ്രഭാവത്തിനും കാരണമാകുന്നുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിന്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ, N2O നൈട്രസ് ഓക്സൈഡ്, ഓസോൺ ഉണ്ട്, അതോടൊപ്പം തന്നെ നീരാവി എന്നിവ കാരണമാകുന്നുണ്ട്. ഏറ്റവും അപകടകാരി ആരാന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ക്ലിയർ? ഇത്രയും പേരെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കണേ, മറക്കല്ലേ. ഇനി അടുത്തത് നൊബേൽ സമ്മാനം എന്ന ഭാഗമാണ്. നൊബേൽ സമ്മാനം നിരവധി തവണ ചോദിക്കുന്നുണ്ട്. അപ്പൊ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട നൊബേൽ സമ്മാനം എല്ലാം നോക്കിയിട്ടേ പോകാളെ. അപ്പം 2024 രസാന്തര നൊബേലിലേക്കാണ് പോകുന്നത്. നമുക്ക് പോകാം. 2024 രസാന്തരത്തിനുള്ള നൊബേല് ഡേവിഡ് ബേക്കർ. കണ്ടോ, ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിന്, കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്ക്, ക്ലിക്ക് കെമിസ്ട്രിയുടെ വികസനത്തിന്, മൈക്രോ RNA കണ്ടുപിടുത്തത്തിന്. ആൻസർ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീന്റെ രൂപകൽപ്പനയ്ക്കാണ്. എന്തിനാണ്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീന്റെ രൂപകൽപ്പനയ്ക്ക്. ഇത് പോസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ ചെയ്ത് കാണാല്ലേ പെട്ടെന്ന്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീന്റെ രൂപകൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്. എക്സാം ഹോളിലേക്ക് കയറും മുന്നേ എന്ത് നോക്കിയിരിക്കണം? മസ്റ്റ് ആയിട്ട് നൊബേൽ സമ്മാനം നോക്കിയിരിക്കണം. നന്നായിട്ട് ഉറപ്പിച്ചിട്ടേ കയറാവുള്ളൂ എക്സാം ഹോളിലേക്ക്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അടുത്തൊരു ചോദ്യമാണ്. 2024 രസാന്തര നൊബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ തുകയുടെ പകുതിയും ലഭിച്ചത് ഡേവിഡ് ബേക്കറിനാണ്. ഓക്കെ, തുകയെ നമുക്ക് 3 പേർക്കാണ് കൊടുത്തത്. 3 ഡിവൈഡ് ചെയ്തു. ഇതിൽ പകുതി ആർക്ക് ലഭിച്ചു? ഡേവിഡ് ബേക്കറിന്. ബാക്കി 2 പേർക്കും ഹാഫ് ആയിട്ട്. ബാക്കി പകുതി ഉണ്ടല്ലോ, ബാക്കി പകുതിയിൽ കാലായിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ തുക ലഭിച്ച ആർക്കാണ്? ഡേവിഡ് ബേക്കറിനാണ്. നമുക്ക് അവരെ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടാം. രസാന്തര നൊബേലാണ്, 2024 രസാന്തര നൊബേലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ആള് ഡേവിഡ് ബേക്കർ ആണ്. അദ്ദേഹം USA കാരനാണ്. പിന്നെ നമ്മുടെ ഡെമിസ് ഹസാബിസ് ഉണ്ട്. ഡെമിസ് ഹസാബിസ് എന്ന് പറയപ്പെടുന്ന UK കാരനാണ്. പിന്നെ ജോൺ M ജംബർ ഉണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ബേക്കറും ഹസാബിസും ജംബറും. അതിൽ ബേക്കറും ജംബറും USA കാരനാണ്, UK കാരനാണ് ആര്? ഹസാബിസ്.
എന്തിനാണ്? കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഡേവിഡ് ബേക്കറിന് പുരസ്കാരം. ഓക്കെ, 1990-കളിൽ രൂപം നൽകിയ റൊസൈറ്റ് എന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ചാണ് പ്രോട്ടീൻ ഘടന തിരിച്ചറിഞ്ഞത്. ഓർത്ത് വച്ചേക്കണം. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്ന് പ്രോട്ടീന്റെ ത്രിമാന ഘടന പ്രവചിക്കാൻ ആൽഫാഫോൾഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വികസിപ്പിച്ചതിന് ഗൂഗിൾ ശാസ്ത്രജ്ഞന്മാരായ ഡെമിസ് ഹസാബിസും ജോൺ ജംബറും പുരസ്കാരം ജോൺ ജംബറിനും പുരസ്കാരം, അവർക്ക് രണ്ടുപേർക്കുമാണ് അതിന് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് കൊടുത്തത് ആർക്കാണ്? തുകയുടെ പകുതിയും കൊടുത്ത ആർക്കാണ്? നമ്മൾ ഡേവിഡ് ബേക്കറിനാണ്, മറന്നു പോയില്ല. പിന്നെ അമിനോ ആസിഡ് ശ്രേണിയിൽ നിന്ന് പ്രോട്ടീന്റെ ത്രിമാന ഘടന പ്രവചിക്കാൻ ആൽഫാഫോൾഡ് എന്ന AI അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ വികസിപ്പിച്ചാണ് ബാക്കി രണ്ടുപേരും ഹസാബിസും ജംബറും. പുരസ്കാരത്തുകയുടെ പകുതി ഭാഗം ബേക്കറിന് കൊടുത്തു, ബാക്കി പകുതി ഇവർക്ക് രണ്ടുപേർക്കും കൂടി തുല്യമായി വീതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. 2020-ലാണ് ആൽഫാഫോൾഡ് 2 എന്ന AI സാങ്കേതിക വിദ്യ ആര് വികസിപ്പിച്ചത്? ഹസാബിസും ജംബറും ചേർന്ന് വികസിപ്പിച്ചത്. ഓക്കെ, ഒറ്റയ്ക്ക് ഒരു കണ്ടുപിടുത്തമുള്ള ആൾക്ക് പകുതി തുകയും കിട്ടി, ബാക്കി രണ്ടുപേരുടെ ചേർന്നായതുകൊണ്ട് അവർ രണ്ടുപേരുടെ ബാക്കി തുക പങ്കിട്ടെടുത്തു. ഓർത്ത് വെച്ചേക്കണം. അങ്ങനെ ചിന്തിച്ചാൽ പോരെ? മതി. ഞാൻ അടുത്തതിലേക്ക് വരാം. ഇപ്പൊ 2024 പറയുമ്പോൾ 2023 കൂടെ പറയണ്ടേ? യെസ്, 2023 കൂടി നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രസതന്ത്ര നൊബേൽ മാത്രമാണ്, രസതന്ത്ര ശാസ്ത്ര നൊബേൽ മാത്രമാണ് പറയുന്നത്. നമ്മുടെ പേര് പഠിച്ചോണം. മൗഗിജി ബോവണ്ടി എന്ന് പറയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ്. ഫ്രാൻസിന്റെ പൗരത്വമുള്ള വ്യക്തിയാണ്. US ഫ്രാൻസ് വ്യക്തിയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. അമേരിക്കൻ ഗവേഷകനാണ്. പിന്നെ അടുത്തത് നമ്മുടെ ലൂയിസ് ഈബ്രസ് ആണ്, USA-കാരനാണ്, അമേരിക്കൻ ഗവേഷകനാണ്. പിന്നെ എക്കിമോവ്, അലക്സി എ എക്കിമോവ് റഷ്യക്കാരനാണ്. ഓർത്ത് വെച്ചിരിക്കണം. ബാവണ്ടിയും ബ്രസും എക്കിമോവുമാണ്. എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനോ കിരണങ്ങളിൽ തന്നെ ഇത്തിരി കുഞ്ഞന്മാരായ ക്വാണ്ടം ഡോട്ടുകൾ, ഓപ്ഷനിൽ കാണുന്നില്ലേ, ഏതാ? ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ച ശാസ്ത്രജ്ഞന്മാർക്കാണ് 2023 രസതന്ത്ര നൊബേൽ ലഭിച്ചത്. ക്വാണ്ടം ഡോട്ടുകൾ വരുമ്പോൾ ഇവിടെയാണ് 2023 കേട്ടോ, 2023 മറന്നു പോവില്ല. ഇനി അടുത്തത് 2022 കൂടി നമുക്കൊന്ന് പറയാം. 2022 ആർക്കൊക്കെയാണ് രസതന്ത്ര നൊബേൽ ലഭിച്ചതെന്ന് ചോദിച്ചാൽ കരോളിൻ ബർട്ടോസിക്കും ഉണ്ട്, USA-കാരിയാണ്. പിന്നെ ആരുണ്ട്? മോർട്ടൻ മെൽഡൺ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുണ്ട്, ഡെൻമാർക്കുകാരനാണ്. ഷാർപ്ലസ് എന്ന് പറയപ്പെടുന്ന USA-കാരനും ഉണ്ട്. എന്തിനാണ്? ക്ലിക്ക് കെമിസ്ട്രിക്കും ബയോ ഓർത്തഗണൽ കെമിസ്ട്രിക്കും ഉള്ള സംഭാവനകൾക്കാണ്. ക്ലിക്ക് കെമിസ്ട്രിക്കും പിന്നെന്താണ്? ക്ലിക്ക് കെമിസ്ട്രിക്കും ബയോ ഓർത്തഗണൽ കെമിസ്ട്രിക്കും ഉള്ള സംഭാവനകൾക്കുള്ള പുരസ്കാരമാണ്. ആർക്കൊക്കെ? ബർട്ടോസിക്കും മെൽഡനും ഷാർപ്ലസിനും കൂടി ലഭിച്ചതെന്ന് ഓർത്തോളുക. ഇത് 2024 പുരസ്കാരമാണ് കേട്ടോ. 2022 പുരസ്കാരമാണ്. 2024, 23, 22 നൊബേൽ സമ്മാനം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗവും കൂടി എന്ത് ചെയ്യണം? ചെയ്യുക, നല്ല രീതിയിൽ നോക്കിയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാനുള്ളത്. എല്ലാവരും ക്ലാസ് കാണുക, കമന്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.